ഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പണമല്ല, നമ്മുടെ സമ്പത്തോ ജോലിയോ അല്ല, മറിച്ച് നമ്മുടെ തലമുറകളാണ്. നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടും നന്മയോടും ഇരിക്കുന്നതാണ് മാതാപിതാക്കൾക്ക് സന്തോഷം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒത്തിരി മാതാക്കളെക്കുറിച്ച് പിതാക്കളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ വളരാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. സ്കൂൾ തുറക്കുമ്പം അവർക്കുള്ള പഠനത്തിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വൈകി ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര ചിലവാണ്. പണ്ടെങ്കിലും വലിയ ചിലവൊന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ യൂണിഫോം കഷ്ടിച്ചൊണ്ടയിലായി. ഇപ്പം അങ്ങനെയൊന്നും ഒത്തിരി പണം ചിലവാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ മോന് വേണ്ടി ബുക്ക് വാങ്ങിക്കാൻ സ്കൂളിൽ ചെല്ലുമ്പം നമ്മുടെ ബൈബിളിനേക്കാളൊക്കെ വലിയൊരു പുസ്തകമാണ് വാങ്ങിക്കേണ്ടത്. വലിയ വലിപ്പമുള്ളതാണ്. ഞാനതിൻ്റെ വിലയൊക്കെ നോക്കിയപ്പോൾ 650 രൂപയാണ്. വാങ്ങിച്ചെല്ലാം ഒക്കത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടേ? അതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായി. നമ്മൾ ഈ സ്കൂളിലെ പഠിക്കാൻ, അത് പഠിക്കാൻ, ഇത് പഠിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ചോദ്യം, കുഞ്ഞിൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നത്? ഒരു ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ പറയും സ്നാനപ്പെടുമ്പം വാങ്ങിച്ചു കൊടുക്കുക. എപ്പോഴാണ്? 17 വയസ്സ് 18 വയസ്സ് അല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മീകമായി അവരെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിശ്ചയമായിട്ടും മാതാപിതാക്കൾ എന്ന നിലയിൽ ചെയ്തു കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ചുറ്റും ഒത്തിരി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ മതപഠനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന മതം ഏതാണ്? ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ മതപഠനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്ന മതം ഏതാണ്? പറയാമോ? യെസ്, കറക്റ്റാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കുന്നത്. ആഴ്ചയിൽ 24 മണിക്കൂറാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കുഞ്ഞുങ്ങളുടെ വേദ പഠനത്തിനായിട്ട് മാറ്റിവെക്കുന്നത്. 2ാം സ്ഥാനം ആർക്കാണെന്നറിയാമോ? 2ാം സ്ഥാനം നമുക്കല്ല, എന്തായാലും യഹൂദന്മാർക്കാണ്. യഹൂദന്മാർ ആഴ്ചയിൽ 17 മണിക്കൂർ കുഞ്ഞുങ്ങളുടെ മതപഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. 3ാം സ്ഥാനം അത് നമുക്കെന്തായാലും കാണത്തില്ല. ഇനി ക്രിസ്തീയ ചർച്ചുകളിൽ ഏറ്റവും കൂടുതൽ സമയം മതപഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ചർച്ച ഏതാണെന്നറിയാമോ? കാത്തലിക് ചർച്ച്, കത്തോലിക്ക ചർച്ചാണ്. ഇനിയും വേർപെട്ടെന്ന് പറയുന്ന വേർപെട്ട പെന്തക്കോസ്, ബ്രദർ ആൻഡ് ബാപ്റ്റിസ്റ്റ് ഒക്കെ ചർച്ചുകളിൽ, ഇൻഡിപെൻഡന്റ് ന്യൂജൻ ചർച്ചുകളിലൊക്കെ ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ചർച്ച ഏതാണ്? അത് ബ്രദറൻ ഓർ ബാപ്റ്റിസ്റ്റ് ചർച്ചുകളാണ്. അവരാണ് കൂടുതൽ സമയം മാറ്റിവെക്കുന്നത്. കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 1.5 മണിക്കൂറേ കാണത്തുള്ളൂ. നമ്മളൊക്കെ 1 മണിക്കൂർ കഷ്ടിച്ച് ചിലവാക്കുമ്പം ചോദ്യം, ഇത് മതിയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി എന്നതാ. ആഴ്ചയിൽ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുമോ? എല്ലാ ദിവസവും ആത്മീക ഭക്ഷണം കൊടുക്കണം. പോൾ വാഷർ എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണ്: 24/7 ആഴ്ചയിലെ 24 മണിക്കൂറും ലോകത്തിലെ അതും ഇതും എല്ലാം കുഞ്ഞുങ്ങളുടെ തലയിൽ കയറുകയാണ്. സ്കൂളിൽ ചെല്ലുമ്പം ദൈവമില്ലെന്നും, വീഡിയോ കാണുമ്പം ദൈവമില്ലെന്നും, അതാണ് ഇതാണെന്നും, ആണും പെണ്ണും അല്ലെന്നും ഇതൊക്കെ ഒത്തിരി പ്രത്യയശാസ്ത്രങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. ഇതിനോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണെന്നറിയാമോ? ഞായറാഴ്ച വന്ന് നോഹയുടെ പെട്ടകത്തിന് പെയിന്റ് അടിച്ചിട്ട് തിരിച്ചു പോകണം. ഇത് മതിയോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് എന്നൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കുക: നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീകമായി പഠിപ്പിക്കേണ്ട ദൗത്യം ആർക്കാണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീകമായി പഠിപ്പിക്കേണ്ട ദൗത്യം ആർക്കാണ്? പാസ്റ്റർക്ക്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്, ആർക്കാ? മാതാപിതാക്കൾക്കാണ്. ദൈവവചനം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പിതാക്കന്മാരോട് പറയുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ അനുസരണത്തിലും ദൈവഭക്തിയിലും കുഞ്ഞുങ്ങളെ വളർത്തുക. ആവർത്തന പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കളോട് പറയുന്നു, പ്രത്യേകിച്ച് പിതാക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരിയ്ക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം ദൈവവചന ന്യായപ്രമാണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ചോദ്യം കൂടെ ചോദിക്കുക, കൈകൾ ഉയർത്തണ്ട. എത്ര വീടുകളിൽ ക്രമീകൃതമായി കുടുംബ പ്രാർത്ഥനകൾ ഉണ്ട്? എല്ലാ ദിവസവും കൈ ഉയർത്തണ്ട. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകൾ, ഒരു നേരമെങ്കിലും 2 നേരം പ്രാർത്ഥനയുള്ള വീടുകൾ ഏതെങ്കിലും ഉണ്ടോ? വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും എല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വീടുകളുണ്ടോ? ചില വീടുകളൊക്കെ കാണും. ഇല്ലെങ്കിൽ ഞാനത് പറയാം, ദോസ് ഹു പ്രേസ് ടുഗദർ ദേ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകൾ ഒരുമിച്ച് നിലനിൽക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്നു മുതൽ, കഴിയുമെങ്കിൽ നല്ല, ദൈവദാസൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ തിരുത്തിയിട്ട് പറഞ്ഞു, അങ്ങനല്ല പറയേണ്ടത്, നിർബന്ധത്താൽ അത് ചെയ്തിരിക്കണം. നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. നിശ്ചയമായിട്ടും ഇന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം, ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കണം. എനിക്ക്
എനിക്കറിയാം പല മതത്തിലും വിശ്വാസത്തിലുമൊക്കെ ഉള്ളവരെ ദൈവം കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ മുടി വെട്ടാൻ ഒരു ബാർബർ ഷോപ്പിലേക്ക് ചെന്നു. 7 മണിയായി. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുമ്പം ഈ മനുഷ്യൻ എന്നെ കണ്ടിട്ട് അകത്തോട്ട് പോയി കയ്യും മുഖവും എല്ലാം കഴുകി തുടച്ചു വൃത്തി. ഞാൻ ചോദിച്ചു, എന്താ അടയ്ക്കാൻ പോവുകയാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അടയ്ക്കാൻ പോവല്ല, ഞാൻ ഇപ്പോൾ വരാമെന്ന്. എനിക്ക് കണ്ണാടിയിൽ കാണാം അപ്പുറത്ത് ഒരു തിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കാൻ വൈകിട്ട് നിൽക്കുകയാണ്. സന്ധ്യാനാമം ജപിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ക്രൈസ്തവ വീടുകളിൽ പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട് ഇന്ന് വീണ്ടും ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. വൈകിട്ട് ഒരുമിച്ചിരുന്ന് നമ്മുടെ ചർച്ചിൽ നടക്കുന്നത് പോലെ തന്നെ ഒരു 2 പാട്ടൊക്കെ പാടി സങ്കീർത്തനമൊക്കെ വായിച്ച് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ ചർച്ചിനെ ഓർത്ത് നാടിനെ ഓർത്തൊക്കെ പ്രാർത്ഥിക്കാൻ തീരുമാനത്തോടെ ഇന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കഴിയുന്നവരെല്ലാം രാവിലെ ഒരുമിച്ചിരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഒരു സങ്കീർത്തനം വായിച്ച് ഒരു 4 വരി പാട്ടുപാടി എഴുന്നേൽക്കണം. അത് ജീവിതത്തിൽ അനുഗ്രഹമാണ്. ദോസ് ഹു പ്രൈസ് ടുഗദർ ദേ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകൾ ഒരുമിച്ച്. 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും നടക്കണം. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ ഒരുമിച്ച് കാണാനോ ആഹാരം കഴിക്കാനോ ഒന്നും പലർക്കും സമയമില്ലാതെ പോകുമ്പം നമുക്ക് ദൈവം തന്ന അനുഗ്രഹത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഒക്കെയായി ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് ആരംഭിച്ചിരിക്കണം. കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. അമ്മമാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. പിതാക്കന്മാർ ഇനിഷ്യേറ്റീവ് എടുക്കണം. വീട്ടിലെ പാസ്റ്റർ ആരാന്നറിയാമോ? അച്ഛാ, നിങ്ങളാ വീട്ടിലെ പാസ്റ്റർ. അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ല, അമ്മാമ്മ നിങ്ങളാ വീട്ടിൽ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് അധികം ദൗത്യം തന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒന്നായി വീട് മാറട്ടെ. ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ദൈവവചനത്തിൽ ഒത്തിരി മാതാക്കളെ കാണാൻ കഴിയുന്നുണ്ട്. ചില മാതാക്കളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് എടുത്തു കാണിക്കാം. വിശുദ്ധ ബൈബിളിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു മാതാവിനെ കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 17 വേഴ്സ് 12. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ന്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ ആമുഖമായിട്ട് വായിക്കുന്നത്. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പിറക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. മതി. ഈ വേദഭാഗം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 100 കണക്കിന് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ ഈ മാതാവിനെ കുറിച്ച് മാത്രം പറയാം. നിങ്ങൾ പലരും കേട്ടിരിക്കുന്ന വേദഭാഗമായതുകൊണ്ട് ഞാൻ പറയാം. ഈ മാതാവ് സാരെഫാത്തിലെ വിധവ. പേരുകൾ വ്യക്തമല്ല. ഏലിയാവ് കെരീത്തിൽ നിന്ന് ഈ വീട്ടിലേക്ക് ചെല്ലുമ്പം ദൈവാത്മാവ് തന്നെ അയച്ച് ഇവിടെ ചെല്ലുമ്പം ഈ അമ്മാമ കെരീത്തിലെ സാരെഫാത്തിലെ വിധവ എന്ന് പറയുന്ന ഈ അമ്മാമ വിറക് പറക്കുകയായിരുന്നു. എന്തിനാ വിറക് പറക്കുന്നതെന്ന് ചോദിച്ചേ. വിറക് പറക്കുന്ന എന്തിനാന്നോ? ഏലിയാവ് പറഞ്ഞു, എനിക്കൊരു അപ്പം ഉണ്ടാക്കിക്കൊണ്ട് തരാൻ. അന്നേരം എന്താ പറഞ്ഞെന്നറിയോ? ആകെ വീട്ടിൽ ഇച്ചിരി മാവുണ്ട്, എണ്ണയുണ്ട്, ഞാൻ വിറക് പറക്കി കൊണ്ട ചെന്നിട്ട് ഇതുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും മോനും കൂടെ എന്താ ചെയ്യാൻ പോവുക? മരിക്കാൻ പോവുക. എന്തൊരു പ്രതീക്ഷയാന്ന് കണ്ടോ. മരിക്കാൻ പോവാന്ന്. ആഹാരം കഴിച്ചിട്ട് മരിക്കുക. പട്ടിണി കൊണ്ട് മരിക്കുന്നുണ്ട്. ഇത് ആഹാരം കഴിച്ചിട്ട് മരിക്കാൻ പോകുക. കഴിഞ്ഞൊരു തലമുറയിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ ബുദ്ധിമുട്ടിയ വലഞ്ഞ ഒത്തിരി മാതാപിതാക്കളുണ്ട്. തലമുറകളുടെ മുമ്പിൽ പാത്രമെടുത്ത് വെച്ച് കരുതാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ അങ്ങനെ വിശ്വസിപ്പിച്ച് ദൈവത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒത്തിരി മാതാപിതാക്കളുണ്ട്. എന്നാൽ ഒരു നേരത്തെ ആഹാരം ഉണ്ടായിട്ട് ഈ അമ്മ പറയുന്നൊരു കാര്യം മോനോട് പറഞ്ഞു കാണും, മോനെ ഞാൻ വിറക് പറക്കിക്കൊണ്ട് വരാം, കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മരിക്കാം. ഇന്നത്തെ പല മാതാപിതാക്കളും ഇതുപോലെയാണ്. തലമുറകളെ മരണത്തിനു വേണ്ടി തയ്യാറാക്കുക. എന്തിനാ ജീവിക്കുന്നേ? പഠിക്കണം, ജോലി ചെയ്യണം, ഒത്തിരി പൈസ ഉണ്ടാക്കണം, വീട് വയ്ക്കണം, എന്നിട്ട് നാളെ നമുക്ക് നല്ലൊരു അടക്കം കൂടെ നടത്തണം, നല്ലൊരു ശവോടക്കം കൂടെ നടത്തണം. ബാൻഡൊക്കെ വെച്ച് ഒരു ശവോടക്കം കൂടെ നടത്തി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പലരുടെയും ഫിലോസഫി എന്ന് പറയുന്നത് മരണത്തിന്റെ ഫിലോസഫിയാണ്. മരിക്കാൻ വേണ്ടി തലമുറയെ തയ്യാറാക്കുന്ന ഒത്തിരി മാതാക്കൾ സാരെഫാത്തിലെ വിധവയെ പോലെ ഉള്ളപ്പം ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോണം. ദൈവം നമ്മെ വിളിച്ച് സഭയിൽ കൊണ്ടുവന്നത്, ഏലിയാവ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഇവിടെ മരണത്തിലേക്ക് നമ്മെ തള്ളിയിടാനല്ല, മറിച്ച് നിത്യജീവനിലേക്ക് കരം പിടിച്ചു നടത്താനെന്ന് വിശ്വസിച്ച് ആ കരങ്ങൾ ചേർത്തടിച്ചു പറ, ഈ ലോകത്തിലെ പ്രതീക്ഷയല്ല, അതിനപ്പുറത്ത് നിത്യതയുടെ പ്രതീക്ഷ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം പകരുന്നത് കൊണ്ട് ഇന്ന് പകലിൽ പറയണം, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഈ ലോകത്തിലെ സമ്പത്ത് നേടി തീരാനല്ല, അതിനപ്പുറത്ത് നിത്യത. അതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നിത്യതയുടെ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ ശേഷം മനുഷ്യരെക്കാൾ നമ്മൾ അരിഷ്ടന്മാരത്ര. ഈ ലോകത്തിൽ മാത്രമാ പ്രതീക്ഷ വെച്ചിരിക്കുന്നെങ്കിൽ പിന്നെ അരിഷ്ടന്മാരാ. ഈ ലോകത്തിലെ വീടും കൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയും കൊണ്ട് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്.
ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, അവൻ കരുതുന്നവനാ കുഞ്ഞുങ്ങളെ. കഴിഞ്ഞ നാൾ എന്നെ നടത്തിയൊരു ദൈവമുണ്ടെന്ന് മക്കളോട് പറയാൻ, കുഞ്ഞുങ്ങളോട് പറയാൻ കഴിയുന്ന മാതാപിതാക്കളെ ദൈവം ഈ കാലത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതുപോലെയുള്ള ഇല്ലായ്മകളും അറുതികളും ഒന്നുമില്ല. എന്നാൽ ഒരു 10, 25, 30, 40 വർഷമൊക്കെ മുമ്പ് അറുതികൾ, ഇല്ലായ്മകൾ, ദാരിദ്ര്യമൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ദാരിദ്ര്യത്തിൽ കൂടെ കടന്നുപോയ ഒത്തിരി കുടുംബങ്ങളുണ്ട്, മാതാക്കളുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, മരണചിന്തയല്ല തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. മരിക്കണമെന്ന് പറയല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പിശാച് പറയും നീ പോയി മരിക്കാൻ പറയും, നിന്റെ പരിപാടി തീർന്നെന്ന് പറയും, നിന്റെ ജീവിതം തീർന്നെന്ന് പറയും. ചിലപ്പോൾ മക്കളോട് പിശാച് പറയും, മക്കളെ നിങ്ങളങ്ങ് മരിക്കണം, തോറ്റുപോയി, പോയി ചത്തോ, എല്ലാം തീർന്നു, നിനക്ക് രക്ഷയില്ല, ജോലി കിട്ടുന്നില്ല, അതുകൊണ്ട് മരിച്ചോ എന്നൊക്കെ പറയുമ്പം പറയണം, മരിക്കാനല്ല, എനിക്ക് നിത്യമായ ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരുന്ന ഒരു കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആത്മഹത്യയല്ല, അതുകൊണ്ട് മരണമല്ല എന്റെ മുന്നിലുള്ളത്, മറിച്ച് ജീവനാ, ജീവൻ തരാൻ. പറഞ്ഞാട്ടെ, സമൃദ്ധിയായ ജീവൻ. പറഞ്ഞാട്ടെ, സമൃദ്ധിയായ ജീവൻ. എല്ലാവരും പറഞ്ഞു സമൃദ്ധിയായ ലൈഫ് ഇൻ അബണ്ടൻസ്, സമൃദ്ധിയായ ജീവൻ. അത് തരാനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. മരിക്കാൻ വേണ്ടിയല്ല, തലമുറയെ മരണത്തിന് വേണ്ടി തയ്യാറാക്കരുത്. ഗീവ് ദം ദി വിഷൻ ഓഫ് എറ്റേണിറ്റി. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ എന്തെല്ലാം ചെയ്താലും അത് നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കണം. ദൈവദാസന ദൈവം അങ്ങനെ കാഴ്ചപ്പാട് കൊടുത്തോണ്ട് ഇതൊക്കെ പണിതിട്ടേക്കുന്നത്. ചിലരിവിടെ വന്ന് രക്ഷപ്പെടണം, ചിലരിവിടെ നിന്ന് രക്ഷിക്കപ്പെടണം എന്നുള്ള കാഴ്ചപ്പാടാ. നമ്മുടെ വീടിനൊരു മുറിയും കൂടെ എക്സ്ട്രാ എടുക്കുമ്പോഴും അത് നിത്യതയുടെ വെളിച്ചത്തിലാണ്. നമുക്കൊരു കാറ് വാങ്ങിക്കുമ്പോഴും കർത്താവേ ദൈവസഭയ്ക്ക് ആരാധനയ്ക്ക് പോകാൻ, ചിലരെ കൂടെ വണ്ടിയെ കയറ്റിക്കൊണ്ടു പോകാൻ കാരണമാകണമെന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നിത്യതയുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. മക്കളെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണം, പക്ഷേ അവരോട് പറയേണ്ട കാര്യം, മോനെ കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരു മിഷണറി ഡോക്ടർ ആകണം, യേശുവിനെ ഉയർത്തുന്ന ഒരു മിഷണറി എഞ്ചിനീയർ ആകണം, മിഷണറി ടീച്ചർ ആകണം. അങ്ങനെയുള്ള നിത്യതയുടെ കാഴ്ചപ്പാട് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. ചാവേറുകളെ തയ്യാറാക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയണം, എൻ്റെ തലമുറകൾ യേശുവിനെ ധൈര്യത്തോടെ പ്രസംഗിക്കും. അവനെ ദൈവം നിങ്ങൾക്ക് ഇരുന്ന സ്കൂളിലും കലാലയങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ, യേശുവിനെ ഉയർത്തണം, യേശുവിനെ പ്രസംഗിക്കണം. ദൈവത്തെ ഉയർത്താൻ, കർത്താവിനെ പ്രസംഗിക്കാൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ നിന്നോണം. അപ്പം മരണത്തിന് വേണ്ടിയല്ല തലമുറയെ തയ്യാറാക്കേണ്ടത്, മറിച്ച് നിത്യതയ്ക്ക് വേണ്ടിയാ. ഇതാണ് ഒന്നാമത്തെ മാതാവ്. ഇന്ന് ദൈവം നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് മരിച്ചു തീരാനല്ല, മറിച്ച് ഇതിനപ്പുറത്തേക്ക് കരം പിടിച്ച് നടത്തുന്ന ഒരു നിത്യതയുടെ പ്രതീക്ഷ ഉള്ളിലുള്ളത് കൊണ്ടാകട്ടോ. മരിച്ചു തീരത്തില്ല, നിത്യമായ സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞ, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും, നാം ജീവനിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് മരണത്തെ പേടിക്കണ്ട. തലമുറയോട് പറഞ്ഞ, മക്കളെ ദൈവം നമുക്ക് ആയുസ് കർത്താവിന് വേണ്ടിയുള്ളതാ. കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ ചെയ്തോണം. ദേവദാസൻ പറഞ്ഞ പോലെ അടി വാങ്ങിക്കുന്നതിന് മുമ്പ് അങ്ങ് കർത്താവിനോട് സമർപ്പിച്ചേക്കണം. പണ്ടൊക്കെയാണെങ്കിൽ എല്ലാ വീടുകളിലും ഒരാളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അങ്ങ് സമർപ്പിച്ച് വിടുമായിരുന്നു. ഈ മോനെ കർത്താവിൻ്റെ വേലയ്ക്ക്, ഈ മോളെ കർത്താവിൻ്റെ വേലയ്ക്കാന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു. കഴിയുമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന സുവിശേഷകരായി തീരണം. യൗവനക്കാരെ അതിനുവേണ്ടി സമർപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ ഒരു മാതാവിനെ നമ്മൾ കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. 2 Kings chapter 4 verse 1. മറ്റൊരു മാതാവിനെ നമ്മളവിടെ കാണുന്നുണ്ട്. അതോടെ നമുക്ക് ശ്രദ്ധിക്കാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു അമ്മ കരയുക. ഈ അമ്മ പറയുകയാണ്, കടക്കാർ വന്ന് എന്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നിരിക്കുക. എന്തിനാ പിടിച്ചോണ്ട് പോകുന്നത്? അപ്പൻ എന്തോ കടം പെട്ടിട്ടുണ്ട്, അമ്മ എന്തോ കടം പെട്ടിട്ടുണ്ട്, കടക്കാർ പിടിച്ചോണ്ട് പോകാൻ പോകുക. ഈ അമ്മ കരയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചോണ്ട് പോകരുത്. കടക്കാരോട് പറയാം, ഒരു കാര്യം ചെയ്യും, ഇവർ പിള്ളേരല്ലയോ, ഈ തള്ളയും പിടിച്ചോണ്ട് പോക്കോ? അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടെന്ന്. ഈ വയസ്സാം കാലത്ത് ഈ തള്ളയെ കൊണ്ടിട്ട് ഡയബറ്റീസിൻ്റെ ഷുഗറിൻ്റെ ഒന്നും മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് വേണ്ടി ആരെയാ? ഈ നിൽക്കുന്ന പിള്ളേരെയാ. കാരണം പിശാചിനറിയാം, ഈ തലമുറകളെ കിട്ടിയാൽ ഇവരെ കൊണ്ട് ഒരു ജീവിതകാലം മൊത്തം അടിമപ്പണി ചെയ്യിപ്പിക്കാമെന്ന്, പിശാചിൻ്റെ സേവകരാക്കാമെന്ന്, പാർട്ടിയുടെ പുറകെ കൊടിയും പിടിച്ചുകൊണ്ട് നടത്താമെന്ന്, ഡ്രഗ്സും മദ്യവും ഇവരിലേക്ക് നിറയ്ക്കാമെന്ന്, ലോകത്ത് തിന്മ വിതയ്ക്കാമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് കടക്കാർ പറയുന്നത്, എനിക്ക് ഈ പിള്ളേരെ മതി, കാരണം ഇവരെ കിട്ടിയാൽ ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയും. എപ്പോഴും നമ്മൾ ഓർത്തോണം, പിശാച് നോക്കുന്ന തലമുറകളെയാ. ഞാൻ ഇവിടെ ചർച്ചുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കും, എത്ര പിള്ളേരുണ്ടെന്ന് ഞാൻ നോക്കും. ഞാൻ പറയാം, ഇന്ന് നമ്മുടെ ഈ ചർച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ പിള്ളേരെ കാണാൻ കഴിയും. നമ്മുടെ ചർച്ചിലെ ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. അവരെവിടെ പോയി? ദൈവദാസൻ ചോദിച്ചാൽ അവർ എന്ത് ചെയ്യുന്നു? ട്യൂഷന് പോയോ? കോച്ചിങ്ങിന് പോയോ? വയ്യെന്ന് പറഞ്ഞ് ചുരുണ്ട് കിടക്കുകയാണോ? ഞായറാഴ്ച റെസ്റ്റ് എടുക്കുവാണോ? സമ്മതിക്കരുത്, ഒരു കാരണവശാലും സമ്മതിക്കരുത്. നിശ്ചയമായിട്ടും ആരാധനയ്ക്ക് അവിടെ കടന്നു വരണം. കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പം പല സമയങ്ങളിലും ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവരെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്ക് ഇട്ടേക്കണം. കൈക്കുഞ്ഞുങ്ങളാ,
എടാ, കുടുംബ പ്രാർത്ഥനയ്ക്ക് അവർക്ക് എന്താ പങ്കാളിത്തം? അവർ ഉറങ്ങുമല്ലേ? ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ട്, അവരിവിടെ കിടന്നോട്ട്. പക്ഷേ അവർ ഈ ചർച്ചിൽ വരണം, അവരിവിടെ വരണം, അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കണം, അവരറിയണം ഇവിടെ വരുന്നത്, ഇവിടെ ആരാധിക്കുന്നത്, ഇവിടെ എത്തുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവരെ ഇവിടേക്ക് കൊണ്ടുവരണം. ഏത് പ്രായത്തിലുള്ളവർ? അടുത്ത ആഴ്ചത്തെ തീരുമാനം ഇതായിരിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടേച്ച് ഇങ്ങോട്ട് വരരുത്. കടക്കാർ പിടിച്ചോണ്ട് പോവും, പിശാച് പിടിച്ചോണ്ട് പോവും, ലോകം പിടിച്ചോണ്ട് പോവും, മൊബൈലും മാധ്യമവും വാട്സപ്പും ഇൻസ്റ്റയൊക്കെ പിടിച്ചോണ്ട് അവരെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയത്തില്ല, ഡ്രഗ്സ് പിടിച്ചോണ്ട് പോവും. കേരളത്തിൽ തന്നെ കണ്ടില്ലേ, ഡ്രഗ്സ് അതുപോലെ വരികയാ. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനൊക്കെ പെട്ടുപോകുക. മക്കളെ സംഭവിക്കരുത് കേട്ടോ. കൂട്ടുകാരൻ പറയുന്നത് ഇങ്ങോട്ടടിക്ക്, തമ്പാക്കടിക്ക്, അത് തിന്ന്, ഇത് തിന്ന്, ഇത് കാണാം, അത് കാണാന്നൊക്കെ പറയുമ്പം അതിന്റെ പുറകെ പോകല്ല കുഞ്ഞുങ്ങളെ. നിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് പറയണം, എനിക്കിതൊന്നും വേണ്ട. നമ്മുടെ തലമുറകളൊക്കെ പറയണം, എനിക്കിത് വേണ്ട. ഇവിടൊക്കെ നിന്ന് കർത്താവിനെ ആരാധിക്കാൻ അവർ കയറി നിൽക്കുന്നതിന് ഒരു അനുഗ്രഹം. മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു തലമുറയിൽ ഇവരാ നിൽക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തപ്പോഴും, ആദ്യത്തെ കുറച്ച് പിള്ളേർ വന്ന് ഇങ്ങനെ നോക്കി നിന്നപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഈ വേദിയിൽ ഞാൻ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാകും ആരുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നതെന്ന്. കാരണം ഈ വേദിയിൽ അവർ വന്ന് നിൽക്കുമ്പം തന്നെ അറിയാതെ അമ്മമാരുടെ കണ്ണുകളൊക്കെ നിറയും, മുഖമൊക്കെ പുഞ്ചിരിയും സന്തോഷവും ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ഉയർത്താൻ അനേക രാജ്യങ്ങളിൽ വേദികൾ നിൽക്കണം. ദൈവദാസൻ ഉറപ്പിച്ച പോലെ തലമുറകൾ നമ്മുടെ കൂടെ നിൽക്കണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ഇവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പിള്ളേർ അവിടെ എവിടെയും കളിക്കാൻ പോകരുത്, ഇവിടെ വരണം. കടക്കാർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് പല പിള്ളേരെയും. ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ പറയത്തില്ല, അടയ്ക്കയാണെങ്കിൽ മടി വെക്കാം, ഇതിപ്പോൾ അങ്ങ് കവുങ്ങായി വലുതായി ഒക്കത്തില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ റബ്ബറുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ഒത്തിരി റബ്ബറുണ്ട്. ഈ റബ്ബർ നടന്ന കൃഷിക്കാർക്ക് ഒരു പ്രത്യേക രീതിയാണ്. ഈ റബ്ബർ നടുന്ന ആരിലൊക്കെ ഉണ്ടോ? റബ്ബർ 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 കൃഷിക്കാരും ഒക്കെ ഇല്ലേ, കണ്ടിട്ടില്ലേ? റബ്ബർ നടുമ്പോഴേ ഈ റബ്ബറിന്റെ കൂടെ ഇവർ നിൽക്കും. ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഈ റബ്ബർ നടുന്ന പുള്ളിക്കാൻ ഈ റബ്ബറിന്റെ എല്ലാം ചെറിയതാണ്, ഇച്ചിരിയേ ഉള്ളൂ, അതെല്ലാം മുറിച്ച് കളയും. ഞാൻ ചോദിച്ചു, എന്താ അങ്കിൾ ഇത് മുറിച്ച് കളയുന്നേ? പുള്ളി പറഞ്ഞു, ഇത് മുറിച്ച് കളയണം. ഇവൻ ഇപ്പോഴേ ഇങ്ങനെ ബ്രാഞ്ച്, അങ്ങോട്ടൊരു ബ്രാഞ്ച്, ഇങ്ങോട്ടൊരു ബ്രാഞ്ച് വേണ്ട, ഇതെല്ലാം മുറിച്ച് കളയണം. നോക്കുമ്പം മുറിച്ച് കറയെല്ലാം വെളി പോവുക, ഇച്ചിരി വേദനാജനകമാണ്. അത് കഴിഞ്ഞ് കുറേ നീളത്തിൽ അങ്ങോട്ട് വളർന്നങ്ങ് പോവുക. ഈ റബ്ബർ ഇങ്ങനെ ഒരു കമ്പ് പോലെ, ഇത്രേ കാണത്തുള്ളൂ, ഒരു കമ്പ് പോലെ. അന്നേരം ഒരു 2 കയർ ഇങ്ങനെ കെട്ടും, 2 സൈഡിൽ കെട്ടിയിട്ട് ഇവരെ ഇങ്ങനെ നിവരെ അങ്ങ് നിർത്തും. നീണ്ട് നിവർത്തി അങ്ങ് നിർത്തിയിരിക്കുക. 1 വർഷം അങ്ങനെ അങ്ങ് നിർത്തും. എന്തിനാണെന്നറിയോ? ഇവൻ ചാഞ്ഞു പോകാതിരിക്കാൻ. കാറ്റടിക്കുമ്പം ഇങ്ങോട്ട് ചായാതിരിക്കാൻ, കൂട്ടുകാർ വിളിക്കുമ്പോൾ അങ്ങോട്ട് ചായാതിരിക്കാൻ, കൂട്ടുകാർ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ചായാതിരിക്കാൻ ഇവരെ ഒന്ന് നിവരെ നിർത്തണം. അതിനുവേണ്ടി ഇവിടെ ദൈവവചനം പറയുന്നത്, അതിനാ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. സ്കൂളിൽ ചെല്ലുമ്പം, കോളേജ് ചെല്ലുമ്പോൾ കൂട്ടുകാർ അങ്ങോട്ടങ്ങ് വിളിക്കും, അങ്ങോട്ടങ്ങ് ചാഞ്ഞു പോകും. കൂട്ടുകാരൻ ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ടങ്ങ് ചാഞ്ഞു പോകും. സംഭവിക്കല്ല മോനെ കേട്ടോ. ദൈവം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതിരിക്കാൻ ഒന്ന് നിവരെ നിവർത്തി കെട്ടി നിർത്തും. 1 വർഷം കഴിഞ്ഞ് 2 വർഷമായി 3 വർഷമായി ഇനി ഒരു പ്രശ്നവുമില്ല. നല്ല തടിയായി, വെട്ടാൻ പരുവമായി. 5 വർഷം ആകുമ്പോഴത്തേന് ഇവൻ നല്ല നീണ്ടു നിവർന്നങ്ങ് നിൽക്കുക. ഒരു പ്രശ്നമില്ലെന്നല്ല, 5 വർഷം കഴിഞ്ഞിട്ടും അങ്ങേ മതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചിലരുണ്ട്. അവനെ പിന്നെയും മരിച്ചു നൂർത്ത് വെക്കും കമ്പിയും കൊണ്ട്. ഇതൊക്കെ ദൈവദാസന്മാരെ ഏൽപ്പിച്ചേക്കുന്ന പരിപാടിയാണ് കേട്ടോ. പിള്ളേരെ ഇപ്പോഴേ അങ്ങ് നന്നാക്കിക്കോണം. 18 ആയാൽ ഒക്കത്തില്ലെന്ന് മനസ്സിലായോ? വീട്ടിൽ ചെന്ന് പിള്ളേരോട് വഴക്കുണ്ടാക്കണ്ട. അവൻ ചർച്ച വരുന്നില്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങ്. സ്നേഹത്തോടെ പറ, മോനെ ഈ ആഴ്ച വരണം, അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരണം, മോളെ ഇവിടെ വരണമെന്ന് പറ, ഇവിടെ കൊണ്ടുവരണം. വലിയ തലവേദന അവർക്കൂടെ വന്നിരിക്കാനൊക്കെ. പിന്മാറിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും ആരാധനയ്ക്ക് വരാതിരിക്കരുത്. അവർ ആരാധനയ്ക്ക് വരണം. അവർ ദൈവ സാന്നിധ്യത്തിൽ അവർ അനുഭവിക്കണം. ചുമ്മാ കർത്താവദാസൻ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വിടരുത്. ഒരു ഓഫറിങ് കൊടുത്തു വിടണം. ഞങ്ങളുടെ വീട്ടിലെ പോളിസി ഞാൻ പറയാം, അവരവർക്കുള്ള ഓഫറിങ് അവരവർ കൊണ്ടുപോയിക്കോണം. അതെങ്ങനെ? എടാ, നിനക്കുള്ള പോക്കറ്റ് മണി നിൻ്റെ ഉണ്ടല്ലോ, അതെടുത്തോണ്ട് നീ കൊടുത്തോണം, ഇട്ടോണം, യാതൊരു പ്രശ്നവുമില്ല. മറ്റേ അപ്പച്ചൻ തന്ന പൈസയില്ലേ, എടുത്തോ, കൊടുത്തോ. കൊടുക്കാൻ പഠിപ്പിച്ചോണം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പഠിപ്പിച്ചോണം. അത് അനുഗ്രഹമാണ്. അപ്പൊ കടക്കാർ പിടിച്ചോണ്ട്, പിശാച് പിടിച്ചോണ്ട് പോകാതിരിക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരണം, ദൈവാലയത്തിലേക്ക് കൊണ്ടുവരണം. അതാ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാതാവ് കരയുക. ഏലിശ പ്രാർത്ഥന കേട്ട് അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല, അവർക്കുള്ള മാവ് കുറഞ്ഞു പോയില്ല. അവൾ മാത്രം അവർക്ക് അനുഗ്രഹം നൽകി. ആ ഭരണി മാറി മാറി ഭരണി ഇങ്ങനെ വെച്ചിരിക്കുക, എണ്ണ ഇങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ദൈവം ചെയ്യുന്നത്. കർത്താവിന് വേണ്ടി കൊടുക്കാനും ഇറങ്ങാനും താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നിനും കുറവ് വരുത്തില്ല. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ബാക്കി പറഞ്ഞേ, ഞാൻ യഹോവയുടെ ആലയത്തിൽ. അത് നേരെ തിരിച്ചാ പറയേണ്ടത്. ട്രാൻസ്ലേഷനിൽ തിരിഞ്ഞു പോയതാ. ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കുന്നിടത്തോളം കാലം
ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ മീ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിലുള്ളപ്പം, ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായി ഞാൻ വളരുമ്പം എനിക്കൊന്നിനും കുറവ് വരത്തില്ലെന്നും പറഞ്ഞ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ 15 വർഷമായി 20 വർഷമായി ദൈവത്തെ കണ്ടു, കർത്താവിനെ ആരാധിക്കാൻ ദൈവം കൊണ്ടുവന്നു. ഒന്നിനും കുറവില്ല കേട്ടോ. അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്ക്. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വീടുകൾ തകർന്നു പോയപ്പം, സാമ്പത്തികമായി ഇല്ലാതെ പോയപ്പം, മദ്യപിച്ച് തീർന്നു പോയപ്പം ദൈവം നിന്നെ ധീരതയോടെ നിർത്തിയില്ലേ? മാനത്തോടെ തലയുയർത്തി നിർത്തിയില്ലേ? കർത്താവിന് വിശ്വസ്തയോർത്ത കരമടിച്ചു ദൈവത്തിന് നന്ദി പറയാം. അവൻ വിശ്വസ്തൻ, അവൻ കൈവിടാത്തവൻ, ഒന്നിനും കുറവ് വരുത്താതെ ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ധൈര്യത്തോടെ പറ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യെസ്, ദൈവത്തിന്റെ ആലയത്തിൽ നമുക്ക് വസിക്കാം. അവിടെ അനുഗ്രഹം എന്ന് പറയുന്നത്, അവിടെയാണ് സമൃദ്ധി എന്ന് പറയുന്നത്. ഇതൊരു വലിയ വിഷയമാണ്. ഞാനിത് തീർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. എവിടെ തീർന്ന് അവിടെ നിർത്താൻ പോവുകയാണ്. അടുത്തൊരു മാതാവിനെ നമ്മൾ കാണുന്നത്, ഇതെല്ലാവരും നമുക്കറിയാം. മറ്റൊരു മാതാവിനെ നമ്മൾ കാണുന്നത് എവിടെയെന്ന് അറിയാമോ? ഹാഗാർ എന്ന് പറയുന്ന ഒരു മാതാവിനെ. ഉൽപ്പത്തി പുസ്തകം 21:15 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. ഉൽപ്പത്തി, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21:15, 21:15. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഇവിടെ ഒരു അമ്മ കരയുക. അമ്മ പറയുകയാണ്, എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. അതിന് കുഞ്ഞു മരിച്ചോ? മരിച്ചിട്ടില്ല. കുഞ്ഞു മരണാസന്നായി കിടക്കുക. തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി. ലോകം തന്നതെല്ലാം തീർന്നുപോയി. അബ്രഹാം കൊടുത്തു വിട്ടതൊക്കെ തീർന്നുപോയി. ഈ അമ്മ ചിന്തിച്ചത് ഈ മകൻ മരിക്കാൻ പോവുക. കേവലം 10-15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാ. അവൻ ആഹാരമില്ലാതെ ഈ മരുഭൂമിയിൽ മരിക്കുമെന്നോർത്ത് അമ്മ കരയുക. ഇന്നത്തെ കരച്ചിൽ എന്താണെന്നറിയാമോ? ഇന്ന് എല്ലാ അമ്മമാരും കരയണം, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മീക മരണം കാണണ്ട. നമ്മുടെ തലമുറയ്ക്ക് ഒരു ആത്മീക മരണം സംഭവിക്കരുത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരകന്നു പോകരുത്. പിശാചിന്റെ ശ്രമം എന്ന് പറയുന്നാൽ ആത്മീക മരണം നമ്മുടെ തലമുറയിൽ ഉണ്ടാകണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരകന്നു പോകണം. ലോകത്തിലേക്ക് അവർ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. ലോക മ്ലേച്ഛതയിലേക്ക് പോയാൽ തിരിച്ചു വരത്തില്ല. ലോക ബന്ധങ്ങളിലേക്ക് പോയാൽ തിരിച്ചു വരത്തില്ല. VBS വന്ന് ആടാനും പാടാനും ഒക്കെ വന്ന് സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ 2 കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാ പാട്ടിനും ഉണ്ടായിരുന്നു. അതൊരു സന്തോഷമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർ ദൈവാലയത്തിൽ പാടുക സന്തോഷിക്കുകയൊക്കെ ചെയ്യട്ടെ. എടാ, കുരുകിലിന് അവിടെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഒരു വീടുണ്ടെങ്കിൽ, ഒരു കൂടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്ന് സന്തോഷിക്കുന്നതിന് എന്നാ കുഴപ്പം? മനസ്സിലാകുന്നുണ്ടോ? തല്ലിപ്പൊളിച്ച് കളയണ്ട. കുരുകിലിനും മീവൽ പക്ഷിക്കും കൂടുണ്ട്. കോരഹപുത്രന്മാർ വെപ്രാളം പിടിച്ച് ജീവമരണ പോരാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാ. ഓടി ദൈവാലയത്തിൽ വന്നൊന്ന് ഇരുന്നു. അയ്യോ, ഇരിക്കുമ്പോഴാണ് നോക്കിയത് ഇത്രയും അസമാധാനം നിറഞ്ഞൊരു ചുറ്റുപാടിൽ ഈ കുരുകിലും മീവൽ പക്ഷിയും കൂടുവെച്ച് ദൈവത്തിന്റെ ആലയത്തിനകത്ത് താമസിക്കുക. കർത്താവേ, ഞങ്ങൾ എത്ര അറിവില്ലാത്തവരായി പോയി. നിന്റെ ആലയത്തിൽ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസങ്ങളെക്കാൾ ഉത്തമം. ദൈവത്തിന്റെ ആലയത്തിനകത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാഞ്ഞിട്ട് അവൻ പറയുക, ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിട്ട് ഇരുന്നാലും മതി. അതും ഒരു സന്തോഷമാണ് കേട്ടോ. ഇവിടെ വരുന്നത് ഒരു സന്തോഷമാണ്. യുദ്ധവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുമ്പം, ഭീഷണികൾ നേരിടുമ്പം ദൈവാലയത്തിൽ വന്ന് ആരാധിച്ച് സന്തോഷം ഏറ്റെടുക്കുന്ന കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് പറ, ദൈവാലയത്തിൽ ഞാൻ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാണ് കേട്ടോ. നഷ്ടമല്ല കേട്ടോ, നഷ്ടമല്ല. ഇത് ദൈവം തരുന്നതാ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം, ദൈവാലയത്തിലാണ് സ്വസ്ഥതയുള്ളത്, ദൈവാലയത്തിലാണ് വചനത്തിന്റെ നീരൊഴുക്കുള്ളത്. അത് നമ്മൾ റിസീവ് ചെയ്യണം. മരണം കാണണ്ട, ആത്മീക മരണം സംഭവിക്കരുത്. ഇന്നത്തെ തലമുറകൾ മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമയാകുക. ഓലവാല കണ്ണീരൊഴുക്കണം. കാരണം നമ്മുടെ തലമുറകളുടെ മരണം കാണണ്ട. വിലാപകളുടെ പുസ്തകം പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് കരയുക. നമ്മുടെ തലമുറയ്ക്ക് നഷ്ടം വരരുത്. ആരെങ്കിലും പിന്മാറിപ്പോയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കൊച്ചുമക്കളുണ്ടെങ്കിൽ, കരച്ചിൽ ആരംഭിക്കുക, പ്രാർത്ഥന ആരംഭിക്കുക. God will bring them back. ദൈവം അവരെ ഇവിടെ മടക്കി കൊണ്ടുവരും. വിശ്വസിച്ച് കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. സഭ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പിന്മാറി നിൽക്കുന്ന തലമുറകളെ ദൈവാത്മാവിടെ കൊണ്ടുവരും, പരിശുദ്ധാത്മാവിടെ കൂട്ടിക്കൊണ്ടുവരും. ചിലരെയൊക്കെ അടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ, കുഴപ്പമില്ല. ദൈവദാസൻ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ചിലർക്കൊക്കെ ചെറിയ അടിയൊക്കെ കിട്ടിയാലേ ശരിയാകത്തുള്ളൂ. എനിക്ക് കിട്ടിയ അടി ഒരു ഇച്ചിരി ആഴമായി പോയി. അതുകൊണ്ട് കഴിഞ്ഞ 29 വർഷമായിട്ട് ഇന്നും എൻ്റെ ഒരു കാല് തകർന്നതാ. ഞാൻ ഇന്നലെ യാദൃച്ഛികമായിട്ട് പാസ്റ്ററെ കാണിച്ചു. പൊതുവിൽ ഞാൻ കാണിക്കാറില്ല. കാല് അതുപോലെ തകർന്നതാ. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. 2 വടിയും കൊണ്ട് 6 മാസം എൻ്റെ വീട്ടിൽ വന്നു. 2 ക്രച്ചസിൽ ഇങ്ങനെ ഇരുന്നു. എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല. 1.5 വർഷം എൻ്റെ കാല് ഞാൻ ഡ്രസ്സ് ചെയ്തു. കാലിലെ മുറിവ് കരിയാൻ 1.5 വർഷം എടുത്തു. ഇച്ചിരി ഭാരമുള്ള അടിയായി പോയി.
അതിൽ ഒടിവൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഈ നിൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതും എല്ലാം കർത്താവിൻ്റെ കൃപ കൊണ്ടാ. ഒറ്റ ദിവസമൊന്നുമല്ല, എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുക, എല്ലാ ദിവസവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞൊരു റൗണ്ട് ട്രിപ്പ് വന്നപ്പോഴത്തേന് 5000 കിലോമീറ്റർ ഓടി. ഒറീസ വഴി, മധ്യപ്രദേശ് വഴി, റായ്പൂർ വഴി, ഹൈദരാബാദ് വഴി, സേലം വഴിയൊക്കെ വീട്ടിൽ വന്നപ്പോൾ 5100 കിലോമീറ്റർ. അതെല്ലാം കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ട്. അതാ ഇന്നും എനിക്ക് ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം തരുന്ന തലമുറകൾ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിക്കണം. ആരെങ്കിലും പിന്മാറിയെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരിന്ന് ദൈവസന്നി വീണാൽ നിശ്ചയമായിട്ടും ദൈവം അവരെ മടക്കി കൊണ്ടുവരും. വീട്ടിൽ ചെന്ന് പിള്ളേരോട് വഴക്കുണ്ടാക്കണ്ട, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ദൈവത്തിന്റെ വചനം അവരുടെ ഉള്ളിലുണ്ട്, അത് ക്രിയ ചെയ്യും. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വചനമാണ്. ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ വചനം അയച്ച് ചില തലമുറകളെ മടക്കി കൊണ്ടുവരുന്നു. വിശ്വസിച്ച് ആ കരം ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. പിന്മാറിപ്പോയ ചില തലമുറകളെ ദൈവാത്മാവ് മടക്കി കൊണ്ടുവരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരുടെയും ഇന്റർഫിയറൻസ് ഇല്ലാതെ പരിശുദ്ധാത്മാവ് ചില രൂപാന്തരങ്ങൾ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ചില തലമുറയെ മടക്കി കൊണ്ടുവരുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു, പിന്മാറിയിരിക്കുന്ന ദൈവസന്നിധി വിട്ട് അകന്നിരിക്കുന്ന ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോയ ഞങ്ങളുടെ പൈതങ്ങളെ, ഞങ്ങളുടെ മക്കളെ ദൈവാത്മാവിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണമേ. ഓലവാല കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന ചില മാതാക്കളുണ്ട്, ചില പിതാക്കളുണ്ട്. ദൈവാത്മാവിൽ ഇന്ന് പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയുക, ദൈവം അത് കൊണ്ടുവരും. ദൈവം ചില തലമുറകളെ മടക്കി കൊണ്ടുവരും, അവരെ ഇവിടെ കൊണ്ടുവരും. ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദൈവാലയത്തിന്റെ തൂണുകളായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില കുഞ്ഞുങ്ങളെ ദൈവാത്മാവ് മടക്കി കൊണ്ടുവരും. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ ദൈവനോട് പറഞ്ഞു, ചില റിക്കൺസിലിയേഷൻ നടക്കും. റിക്കൺസിലിയേഷൻ അത് ഞാൻ ചിന്തിച്ച വിഷയമല്ല. ദൈവാത്മാവ് പറയുക, മാതാപിതാക്കളോട് പിണങ്ങി മാറിയിരിക്കുന്ന ചില മക്കളുണ്ട്. ചില മക്കൾ മാതാപിതാക്കളോട് പിണങ്ങി മാറിയിരിക്കും, മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. ദൈവം ചില രൂപാന്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുത്താം. ചില ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അകലിച്ച സംഭവിച്ചു. അസ്ഥിയോട് ചേരാൻ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് പകലിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ, കർത്താവേ, തലമുറകളെ ഒന്ന് ചേർത്തണം. മക്കളെ, നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരാന്നറിയാമോ? നിങ്ങളുടെ മാതാപിതാക്കളാ. കുഞ്ഞുങ്ങളെ, അവര് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാ. അവരോട് പിണങ്ങിയിരിക്കണ്ട കേട്ടോ. ചിലപ്പോൾ അവർ ശിക്ഷിക്കും, വഴക്ക് പറയും, തിരുത്തും. അതെല്ലാം മോളെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ കേട്ടോ, നീ അനുഗ്രഹിക്കപ്പെടാനാ എന്നും പറഞ്ഞ് മമ്മിയോട് പിണങ്ങിയിരിക്കണ്ട, പപ്പയോട് പിണങ്ങിയിരിക്കണ്ട. ഇത് നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ, നിന്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ ഒരു അകലിച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് ചിലരെ ചേർക്കും. ഒരുമിച്ച് ചില ബന്ധങ്ങളെ ദൈവം പണിയും. പറയണം, കർത്താവേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ. പപ്പയോട് പറ, പപ്പ എന്നോട് ക്ഷമിക്കണമേ, മമ്മി എന്നോട് ക്ഷമിക്കണമേ, എനിക്കറിയാതെ പറ്റിയതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ചില തലമുറകൾ എഴുന്നേറ്റ് വരും. മക്കളെ ചേർത്ത് നിർത്തണം. മാതാപിതാക്കളെ, തലമുറയെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. 4ാമത്തെ മാതാവ് എന്ന് പറയുന്നത് മോശയുടെ മാതാവാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം മോശയുടെ മാതാവ് യോഖേബേത്ത് എന്ന് പറയുന്ന അമ്മയെ കാണുന്നുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 2:3. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വച്ചു. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. അപ്പോൾ 100 കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് നിഷ്കരുണം കൊന്നുകളഞ്ഞപ്പം ഇവിടെ ഒരു അമ്മ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ ഞാൻ വെറുതെ വലിച്ചെറിയത്തില്ല. യോഖേബേത്ത് എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക് വലിയ അറിവും വിദ്യാഭ്യാസവും ഡിഗ്രിയും ഡോക്ടറേറ്റും ഒന്നും ഇല്ലെങ്കിലും ആ അമ്മ പറഞ്ഞു, ഈ ഫറവോന്റെ കൽപ്പന പ്രകാരം നൈൽ നദിയിലേക്ക് എൻ്റെ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞാൽ അവൻ നഷ്ടപ്പെട്ടു പോകും, ചീങ്കണ്ണിയും മുതലയും വാവിളർന്ന് വിഴുങ്ങും. എന്താ പിന്നെ അമ്മ ചെയ്തത്? ഞാങ്ങണയുടെ ഒരു പെട്ടകമുണ്ടാക്കി കീല് വെച്ച് ഭദ്രമാക്കിയിട്ട് ഈ കുഞ്ഞിനെ അതിലേക്ക് ഇടുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും എന്ത് സംരക്ഷണമാണ് ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. എൻ്റെ വീട്ടിൽ അവർ സുരക്ഷിതരാ, എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് സുരക്ഷിതരാ. പട്ടി വന്നാൽ ഞാൻ അവരെ എടുത്ത് പൊക്കി ഉയർത്തും, പട്ടി അവരെ കടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. പക്ഷേ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിന് അപ്പുറത്തേക്ക് പോകുമ്പം, ഹോസ്റ്റലിലേക്ക് പോകുമ്പം, ലോക രാജ്യങ്ങളിലേക്ക് നമ്മുടെ തലമുറ യാത്ര ചെയ്യുമ്പം എന്ത് പ്രൊട്ടക്ഷനാണ് അവരുടെ ചുറ്റുമുള്ളത്, എന്ത് സംരക്ഷണമാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രൊട്ടക്ഷനും മതിയാകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഒരു അമ്മ പറയുകയാണ്, ഞാൻ ഈ കുഞ്ഞിന് ചുറ്റും ഒരു കീല് തേച്ച് ഭദ്രമാക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥനയുടെ കീല് തേക്കാൻ ചിലർ തയ്യാറാകണം. പരിശുദ്ധാത്മാവിനാൽ, യേശുവിന്റെ രക്തത്താൽ നമ്മുടെ തലമുറകളെ മുദ്രയിടാൻ ചില മാതാപിതാക്കൾ തയ്യാറാകണം. നിന്റെ ഇൻഷുറൻസ് കൊണ്ടൊന്നും കാര്യമില്ല മാതാവേ, നിന്റെ പണം കൊണ്ടൊന്നും കാര്യമില്ല മാതാവേ, പിതാവേ, നീ ചെയ്യുന്ന കാര്യം കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് യേശുവിന്റെ രക്തത്താൽ ഇവരെ ഒന്ന് മുദ്രയിട്ട് ഒരുമിച്ച് പറയണം, ഇന്ന് പകലിൽ ഞങ്ങളുടെ തലമുറകളെ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടാൻ പോകുകയാ. ഹല്ലേലൂയ. നമുക്ക് പറയാം, നമ്മുടെ തലമുറകൾ ഏറ്റവും പ്രേഷ്യസാ, അവർ നഷ്ടപ്പെട്ടു പോകരുത്. ഇന്നത്തെ ലോകം ഈ നൈൽ നദി പോലെ വലിച്ചെറിഞ്ഞാൽ മാധ്യമങ്ങൾ, മീഡിയ, അവരുപയോഗിക്കുന്ന മൊബൈൽ മതി, ഗെയിം മതി അവരെ ഇല്ലാതാക്കാൻ.
മദ്യവും മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ പല രൂപത്തിൽ വരിക. വലിച്ചെറിഞ്ഞ് കളയല്ല കേട്ടോ. കുഞ്ഞിനെ പഠിക്കാൻ വിടുമ്പം പാസ്റ്ററെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് വിടണമെന്നും പറഞ്ഞ് എല്ലാവർക്കും പൊറോട്ടയും ബീഫും ഒക്കെ കൊടുത്തു വിട്ടുകൊണ്ട് കാര്യമില്ല കേട്ടോ. ദൈവ സാന്നിധ്യം കൂടെ പോകണമെങ്കിൽ ദൈവാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. മോശ ഞാങ്ങണപ്പെട്ടകത്തിൽ ഈ അമ്മ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഇടുമ്പം ഈ അമ്മയ്ക്കൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു, ഇവനൊരു അസാധാരണ ശിശുവാ, ഇവനൊരു അസാധാരണ ശിശുവാ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് പാടുകയൊക്കെ ചെയ്തില്ലേ? മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ കുഞ്ഞൊരു അസാധാരണ മകനാ, ഒരു അസാധാരണ ശിശുവാ. അവരെ വേറെ ആരോടും കമ്പയർ ചെയ്യണ്ട കേട്ടോ. അവരപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ പോലല്ല, ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ പോലല്ല. അവരെ ദൈവം വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ 100-ൽ 100 മാർക്ക് കിട്ടി, വിഷമിക്കേണ്ട കാര്യമില്ല. ഇവൻ 75 കിട്ടിയുള്ളൂ, ഇവൻ 50 കിട്ടിയുള്ളൂ, ഇതൊന്നും പ്രശ്നമില്ല. പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ താരതമ്യപ്പെടുത്തണ്ട. ദൈവം തന്ന തലമുറ അത് നിങ്ങളുടെയൊക്കെ സ്വഭാവമുള്ളവരാ, അത് നിങ്ങളുടെയൊക്കെ ഷേപ്പുള്ളവരാ, നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇരിക്കത്തുള്ളൂ. ഞാനിടയ്ക്ക് എൻ്റെ മോനെ നിർബന്ധിച്ചിങ്ങനെ പോടാ പോയി പാടാ, നീ പോയി പാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് ചിന്തിച്ചു. അവൻ്റെ പ്രായത്തിൽ ഞാൻ എത്ര പാട്ടാ പാടിയേ, അവൻ്റെ പ്രായത്തിൽ ഞാൻ എത്ര സ്റ്റേജിലാണ് കയറിയിട്ടുള്ളത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. എൻ്റെ മുട്ടുകൾ ഇടിക്കുമായിരുന്നു സ്റ്റേജ് കാണുമ്പം. ആ അപ്പനാ പറയുന്നത് നീ പോയി പാടടാ. ഇനി മാർക്ക് വാങ്ങിച്ചതിൻ്റെ പേരിൽ അവനെ വഴക്ക് പറയുമ്പോൾ നിങ്ങളുടെ ആ പഴയ പ്രോഗ്രസ് കാർഡ് ഒന്ന് തിരിച്ചെടുത്ത് നോക്ക് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാം കൂടെ വിരലെണ്ണി കൂട്ടാനുള്ളതേ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ അവനെ ഇട്ട് ചവിട്ടുക, മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് അവനെ ഇട്ട് ചവിട്ടുക ഇല്ലേ? വേണ്ട. പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടെന്നല്ല, പ്രോത്സാഹിപ്പിക്കണം, എല്ലാ പ്രോത്സാഹനവും കൊടുക്കണം. ഒരു മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് പിള്ളേരെ പിടിച്ച് തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? അടി കഴിയുമ്പോൾ മാർക്ക് കൂടുമോ? ഒരു ഗ്ലാസ് താഴെ ഇട്ട് പൊട്ടിച്ചെന്നും പറഞ്ഞ് പിള്ളേരെ പിടിച്ച് തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? സ്റ്റീൽ ഗ്ലാസ് വേണ്ട, കുപ്പി ഗ്ലാസ് തന്നെ വീട്ടിൽ ഉപയോഗിക്കണം കേട്ടോ. ചില വീട്ടിലൊക്കെ ഈ സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം താഴെ വീണാൽ പൊട്ടത്തില്ലല്ലോ. 12 ഗ്ലാസ് വാങ്ങിച്ച് വെച്ചിട്ട് അവസാനം മാസങ്ങൾ കഴിയുമ്പം പല ഗ്ലാസ്സുകളും പൊട്ടിപ്പോകും. പൊട്ടിപ്പൊക്കോട്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ വിലയുള്ള റെസ്റ്റോറൻറ്റിൽ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ അവൻ അവിടെ ചെന്ന് പൊട്ടിക്കും. കാരണം അവൻ അറിയത്തില്ലത്. സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ പൊട്ടത്തില്ലല്ലോ എന്ന്. എടാ അവൻ കുപ്പി ഗ്ലാസ് തന്നെ പിടിച്ച് വളരട്ടെന്ന്. 10 രൂപയുള്ളൂ ഒരു ഗ്ലാസ്സിന്. പൊട്ടിപ്പോയാൽ അതെടുത്ത് ക്ലീൻ ചെയ്യണം. ഇത്രയുള്ള പരിപാടി. ഇവൻ ഈ ലോകത്ത് ജീവിക്കേണ്ടവനല്ലേ, ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവനല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അവർ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിഞ്ഞൊക്കെ വളരട്ടെ. അങ്ങനെ തന്നെ വളർന്നു വരട്ടെ. അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, ഉത്തരവാദിത്തപ്പെടട്ടെ, കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വരട്ടെ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസൻ പറയുന്നു ദൈവസഭയുടെ പണിക്ക് വേണ്ടി കൊടുക്കാമെന്ന്. അമ്മയും അച്ഛനും എടുത്തോണ്ട് വന്ന് പൈസ കൊടുക്കുന്നു. അല്ല, വീട്ടിൽ ചെന്ന് പറയണം മോനെ നിന്റെ ആ വഞ്ചിക്കകത്ത് നീട്ട വെച്ച പൈസയില്ലേ അതെടുത്ത് കൊണ്ടുവന്ന് ദൈവദാസന് കൊടുക്കണമെന്ന്. എന്തിനാ? ദൈവസഭ പണിയാൻ. ആരാ പറയേണ്ടത്? മാതാവേ നിങ്ങളാ പറയേണ്ടത്, പിതാവേ നിങ്ങളാ പറയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഓഫീസ് പണി ഉണ്ടായിരുന്നു, ഓഫീസ് പണി. അത് ഞാൻ ദൈവദാസന് ഇത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചേർത്ത് പറയാം. ഞങ്ങൾ എക്സൽ മിനിസ്ട്രി 18 വർഷമായെങ്കിലും നമുക്ക് ഓഫീസില്ലായിരുന്നു. ഒരു ദൈവദാസൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തൊരു ആഗ്രഹമാണ്. പുള്ളിക്ക് കുമ്പനാടിനടുത്ത് ഉണ്ടായിരുന്ന സ്വന്തം സ്ഥലം ഒരു 1/2 ഏക്കർ വസ്തു. പാസ്റ്റർ തമ്പി മാത്യു എന്ന് പറയും. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു താല്പര്യമാണ്. 1/2 ഏക്കർ വസ്തു എക്സൽ മിനിസ്ട്രിക്ക് എഴുതി തന്നു. ഒരു 1.5 കോടി രൂപ വില വരുന്നതാ. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഓഫീസ് പണിയാം. ഇന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. നമ്മൾ 100 രൂപ എടുത്ത് 4 പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കി അയ്യോ ഇത് 100 രൂപയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നേ. അതല്ലെങ്കിൽ ഈ സ്വത്രാക്ഷ പാത്രത്തിൽ വരുമ്പോൾ നമ്മുടെ പൈസയുടെയൊക്കെ വലിപ്പം അങ്ങ് കൂടുമല്ലോ. ചന്തയിൽ ചെല്ലുമ്പോൾ ചാള വാങ്ങിക്കാൻ ഇതിനൊന്നും വിലയില്ല. 250 രൂപ കൊടുത്താലേ 1 കിലോ ചാള കിട്ടത്തുള്ളൂ. ചർച്ച വരുമ്പോഴോ ചർച്ച സ്വത്രാക്ഷ പാത്രത്തിൽ 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. 100 രൂപയൊക്കെ എന്തോ നീ 100 രൂപ സ്വത്രാക്ഷ കിട്ടേ. ഈ 100 രൂപ അങ്ങോട്ട് അങ്ങോട്ട് ചെന്നാലോ 1/2 കിലോ തക്കാളി കഷ്ടിച്ച് കിട്ടും. പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് തലമുറകൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പഠിക്കണം. 1 തലമുറകളെ കർത്താവിന് വേണ്ടി കൊടുക്കണം. 2 തലമുറകൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പഠിക്കണം, പഠിപ്പിക്കണം. അതാ വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഞാങ്ങണപ്പെട്ടകം തീർത്ത് കീല് തേച്ച് ഭദ്രമാക്കിയില്ലെങ്കിൽ ഈ നൈൽ നദിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുങ്ങി തകർന്നു പോകും. ഇന്ന് പറയണം കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രാർത്ഥനയുടെ സംരക്ഷണത്തിലാക്കുക. നിങ്ങളുടെ കൊച്ചുമക്കളുണ്ട്, പലരും ലോക രാജ്യങ്ങളിലാണ് ഇന്റർനാഷണലി യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്തോ പ്രൊട്ടക്ഷനാണ് ഉള്ളത്. അവരേതെങ്കിലും ചർച്ചയിൽ പോകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാറുണ്ടോ? കുഞ്ഞുങ്ങളെ വഴക്കും തിരുത്താറൊക്കെ ചെയ്യാറുണ്ട്. ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പിന്നെ പിള്ളേരെ വഴക്കൊന്നും പറയത്തൊന്നുമില്ല. അവർ വളരെ സ്നേഹത്തോടൊക്കെയാണ് കാണുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ മരിച്ചിട്ട് 1.5 വർഷമായി. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ മോനെയൊക്കെ വഴക്ക് പറയും. അന്ന് മോന് ഒരു 10-12 വയസ്സൊക്കെ ഉണ്ട്. മോനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പം പപ്പ പറയുമായിരുന്നു അവൻ കുഞ്ഞ്, അവനെ ഒന്നും പറയല്ലെന്ന്. മമ്മി പറയും അയ്യോ അവനെ ഒന്നും പറയല്ല, അവൻ കുഞ്ഞല്ലയോ, അവന് 12 വയസ്സല്ല ഉള്ളൂ. ഞാൻ അന്നേരം തിരിച്ചൊരു ദിവസം സ്നേഹത്തോടെ ചോദിച്ചു ഞങ്ങളെയൊക്കെ അടിക്കാതാണോ വളർത്തിയെന്ന്. അപ്പച്ചൻ്റെ പിള്ളേരെയൊക്കെ അടിക്കാതാണോ വളർത്തി? അപ്പച്ചൻ ഇപ്പോൾ കൊച്ചുമക്കളോട് വലിയ കാര്യം വന്നല്ലോ. പിള്ളേരെ വഴക്ക് പറഞ്ഞതിന് അമ്മച്ചി പറഞ്ഞെന്തറിയോ? മരുമോക്ക് വട്ടാ, നമുക്ക് വട്ടാ മോനെ, നീ ഒന്ന് മൈൻഡ് ചെയ്യണ്ടെന്ന്. എങ്ങനെ ഇരിക്കുന്നു?
പിള്ളേരെ ആ കാര്യത്തിലാണ് പലയിടത്തും വീട്ടിൽ വിഷയം ഉണ്ടാകുന്നത്. പല വീട്ടിലും വഴക്കഥ, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ല, അവർ കൊച്ചു പിള്ളേരല്ലേ. 12 വയസ്സുള്ള നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വളർത്തിയെന്നറിയോ? മടൽ കെട്ടി അടിച്ചാ വളർത്തിയെ. എന്നിട്ട് ഇപ്പോൾ പറയുക, അയ്യോ അവൻ കുഞ്ഞ്, ഇവനെ ഒന്നും പറയല്ലേ, അവനെ ഒന്നും ചെയ്യരുത്, എൻ്റെ മോനെ അവൻ കുഞ്ഞല്ലയോ എന്ന്. 12 വയസ്സുള്ളപ്പം റേഷനരിയും ചുമ്മിക്കൊണ്ടാ വന്നേ അവിടുന്ന് 5-8 കിലോ. ഇപ്പം നമ്മുടെ കുഞ്ഞിനോ അത് വലിയ ഭാരമല്ലയോ? കൊച്ചുമക്കളാകുമ്പോൾ ഒരു അമിത സ്നേഹമാണ്. വീട്ടിൽ ചെന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം എൻ്റെ ഇളയ മോൻ്റെയിലോട്ട് പപ്പ എൻ്റെ ഫാദർ എടുത്ത് കൊടുത്തു 500 രൂപ മുട്ടായി വാങ്ങിക്കാൻ. മോനെ മുട്ടായി വാങ്ങിക്കാൻ 500 രൂപ. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ചെറുതായിട്ട് പറഞ്ഞു, എനിക്കൊരു 10 രൂപ പോലും തന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മുട്ടായി വാങ്ങിക്കാൻ ഒരു 10 രൂപ? കൊച്ചുമോനായപ്പോഴത്തേന് 500 രൂപ. ഏതായാലും അവൻ നല്ല ഇറക്കനായിരുന്നതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ 6 വയസ്സെങ്ങാണ്ടേ ഉള്ളായിരുന്നു. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് 2 കിറ്റ്കാറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഈ പൈസ ഞാനിങ്ങ് എടുത്തു. അല്ലെങ്കിൽ ഇത് മൊത്തം മുട്ടായി വാങ്ങിക്കണമെന്ന് പറയുന്നവനായിരുന്നെങ്കിൽ വീട്ടിൽ മുട്ടായിക്കട തുടങ്ങിയിട്ട് മുട്ടായി വന്നേനെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ 2 നയങ്ങൾ എടുക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ കൂടെ ഉണ്ട്. പ്ലീസ് നശിപ്പിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുത്താനും വഴക്ക് പറയാനും അപ്പച്ചനും അമ്മച്ചിയും തയ്യാറാകണം. മാതാപിതാക്കൾ പറയണം, മോനെ തെറ്റ് ചെയ്തോണ്ടല്ലേ പപ്പ അങ്ങനെ പറഞ്ഞേ, മമ്മി അങ്ങനെയല്ലേ വഴക്ക് പറഞ്ഞേ, അതുകൊണ്ട് മോനത് മനസ്സിലാക്കണം എന്ന് പറയുന്ന സ്നേഹമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടാകണം. നിശ്ചയമായിട്ടും അത് നിശ്ചയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് കേട്ടോ. ഇന്ന് ഏറ്റവും കൂടുതലുള്ള കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളാണ്. അതിനെതിരെ എന്ത് പറഞ്ഞാലും കേസുകളാണ്. ചർച്ചിലും കുഞ്ഞുങ്ങൾക്ക് അവകാശമുണ്ടെന്ന്, വീട്ടിലും അവകാശമുണ്ട്. നമ്മുടെ വസ്തുവും വീടും ഒക്കെ വിൽക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങളോടൊരു വാക്ക് ചോദിക്കണമെന്ന് അവർക്ക് ഇന്ന് അറിയാൻ അവകാശമുണ്ട്. മോനെ നമ്മുടെ വീടൊക്കെ വിൽക്കാൻ പോവുക, നമ്മൾ ഈ ദേശത്തുനിന്ന് മാറിപ്പോവുക, നമ്മൾ ഈ വീടെടുത്ത് ലോൺ വെക്കാൻ പോവുക എന്നൊക്കെ പിള്ളേരോട് പറയണം. കൊച്ചിന് 10 വയസ്സായില്ലേ, നിങ്ങളെക്കാളും വിവരമുണ്ട് നിങ്ങളുടെ കൊച്ചിന്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ പിള്ളേർക്ക് അതിനേക്കാളും വിവരമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കണം. നിങ്ങൾക്കറിയാത്ത ഒത്തിരി, നിങ്ങളുടെ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന വീട്ടിലെ നിങ്ങളുടെ ചെറുക്കനല്ലേ റിപ്പയർ ചെയ്യുന്നേ, മോളല്ലേ റിപ്പയർ ചെയ്യുന്നേ. നിങ്ങൾക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ പിള്ളേർക്കറിയാം. അവർക്ക് വീട്ടിൽ ചില അവകാശമുണ്ട്, കുടുംബത്തിൽ ചില അവകാശമുണ്ട്. അത് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് നൽകി കൊടുക്കുക. സഭയിൽ അവകാശമുണ്ട് കുഞ്ഞുങ്ങൾക്ക്. സഭയിൽ അവർക്ക് ആരാധിക്കാൻ അവകാശമുണ്ട്. ഈ ചർച്ചിൽ വന്ന് അവർക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്തണ്ട. അവൻ പിള്ളേരാ, അവരെ മാറ്റി നിർത്ത്. ചില ചർച്ചിലൊക്കെ ആണെങ്കിൽ ഈ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ വന്നു നിന്നാൽ ചില പാസ്റ്റർമാരൊക്കെ മാറ്റി പറഞ്ഞു വിട്ടേനെ. അവരിവിടെ നിൽക്കട്ടെ. അവരെ ഓടിച്ചു വിടരുത്, ലാട്ടി വിടരുത്. അവർ നമ്മുടെ ദൈവസഭയുടെ ഭാഗമാണ്. നാളെ അവരല്ലേ ഇവിടെ നിൽക്കേണ്ടത്. അവർക്ക് മനസ്സിലാകണം, എനിക്ക് സന്തോഷിക്കാനും ഉല്ലസിക്കാനും എനിക്ക് ദൈവത്തെ ആരാധിക്കാനും ഒക്കെയുള്ള സ്ഥലം ഇതാ. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളത്. അവർക്ക് ചില അവകാശങ്ങളുണ്ട്, ചൈൽഡ് റൈറ്റ്സ് ഉണ്ട്. അതൊരു വലിയ ടോപ്പിക്കാണ്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ചുറ്റുപാടും കൊടുക്കുന്ന നമുക്കുള്ള അവകാശം പോലെ നമ്മൾ പറയുന്നു, എനിക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും നിങ്ങൾക്ക് യാത്ര ചെയ്യാം, എവിടെ വേണേലും നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കാം, ഏത് കടയിൽ വേണേലും കയറാം, എവിടെ വേണേലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അവകാശമുണ്ട്. അത് ലംഘിക്കപ്പെടരുത്. സഭയിൽ ലംഘിക്കപ്പെടരുത്, വീട്ടിൽ ലംഘിക്കപ്പെടരുത്. കുഞ്ഞുങ്ങളെ അവഹേളിക്കരുത്, കളിയാക്കരുത്, അവരെ തള്ളി മാറ്റരുത്. നിറത്തിന്റെ പേരിലൊന്നും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തരുത്. ഇവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാ. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, സ്കൂളിൽ 100-ൽ 100 വാങ്ങിച്ചവരൊന്നും അല്ല ജീവിതത്തിൽ മുന്നോട്ട് വന്നേക്കുന്നേ. തോറ്റുപോയവരും പരാജയപ്പെട്ടവരും ഒക്കെയാ ദൈവം മുന്നിൽ നിർത്തിയേക്കുന്നേ. ആർക്കും വേണ്ടാതെ വീട്ടിൽ തള്ളപ്പെട്ടു, ഇവളെ ഒന്നിനും കൊള്ളത്തില്ല, എങ്ങനെയെങ്കിലും തള്ളിവിട്ടേക്കാമെന്നും പറഞ്ഞ് വീട്ടുകാർ തള്ളിവിട്ടതാ. പക്ഷെ ദൈവം കൈവിട്ടില്ല കേട്ടോ. വീട്ടിൽ മിടുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നതിന്റെ മധ്യത്തിൽ ദാവീദിന്റെ തലയിൽ തൈലപാത്രം വീണെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തോണം, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നിന്നെ ദൈവം കണ്ടിട്ട് നിന്റെ തലയിൽ തൈലപാത്രം ഒഴിച്ച് ദൈവസഭയ്ക്ക് അകത്ത് കൊണ്ടുവന്നത് കൊണ്ടാ ഇന്ന് നീ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറഞ്ഞാട്ടെ, കർത്താവിന്റെ പദ്ധതിയാ, ദൈവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. കർത്താവദാസൻ എടുത്തു പറഞ്ഞു, സ്നാനപ്പെടാതെ നിൽക്കുന്നവർ സ്നാനപ്പെട്ടിരിക്കണം. നിർബന്ധിക്കുന്നല്ല. നിങ്ങൾ ദൈവസഭയുടെ ഭാഗമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ആരും പറയാതെ നിങ്ങൾ സ്നാനപ്പെടണം. കർത്താവ് വന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതിൻ്റെ കൂടെ ഒരു അടിയും കൂടെ വരും, അത് വേണ്ട. കാരണം കർത്താവ് ഞാനത് മനസ്സിലാക്കി, എനിക്ക് കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യണം. മാതാപിതാക്കൾ പ്രത്യേകം അറിയണം, നമ്മൾ ലോകത്തിനൊന്നും കടംപെട്ടിരിക്കരുത്. കടംപെട്ടിരുന്നാൽ പിള്ളേരെ ലോകം പിടിച്ചോണ്ട് പോകും. പാത്തും പമ്മിയൊക്കെ പുകയും വലിച്ച് സിഗരറ്റും ഒക്കെ വലിച്ച് നടക്കുന്ന പിതാക്കന്മാരുണ്ടെങ്കിൽ ഓർത്തോണം, ആരും കാണത്തില്ലായിരിക്കും. പക്ഷേ വളർന്നു വരുമ്പം പിള്ളേർ ആ മാതൃക അങ്ങ് പിന്തുടരും. അത് സംഭവിക്കരുത് കേട്ടോ, അത് സംഭവിക്കരുത്. ലോകത്തിന് കടംപെട്ടിരിക്കരുത്, ലോകം പിടിച്ചോണ്ട് പോകും. ഏറ്റവും പ്രധാനമായ ഒരു മാതാവിനെ കൂടെ കാണിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ 3 കുടുംബങ്ങളെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം എടുത്ത് വായിക്കണമെന്നില്ല. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. എഫ്രൈം മലനാട്ടിൽ നിന്ന് തുടങ്ങുന്ന 1-ാം വാക്യം തൊട്ട് വായിച്ചു. എഫ്രൈം മലനാട്ടിൽ രാമാഥയും സോഫീമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു.
അവൻ എലീഹുവിന്റെ മകനായ യെരോഹാമിന്റെ മകനായിരുന്നു. എലീഹു എഫ്രൈമിനായ സൂഫിന്റെ മകനായ തോഹുവിന്റെ മകനായിരുന്നു. മതി മതി. ഇവിടെ ഈ ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു എന്ന് തുടങ്ങുന്ന 2-ാം വാക്യം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. ഒരു വീട്ടിൽ 2 കുടുംബം. അന്നത്തെ കാലത്തെ ഒരു നാട്ടുനടപ്പനുസരിച്ച് ഒരു ഭാര്യയിൽ മക്കൾ ഉണ്ടായില്ലെങ്കിൽ അടുത്തൊരു ഭാര്യയെ സ്വീകരിക്കാം. അങ്ങനെ എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ. ഒന്ന് എൽക്കാനയുടെ ഭാര്യ പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. പേരുകളൊന്നും ബൈബിളിൽ പറയുന്നില്ല. 2-ാമത്തെ ഭാര്യ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു. ഹന്ന 2-ാം അധ്യായം പറയുന്നു, ഹന്ന ദൈവസന്നിധി വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹന്നയുടെ കരച്ചിൽ കണ്ട് പുരോഹിതനായ ഏലി പറയുന്നുണ്ട്, ഈ ഉച്ചയ്ക്ക് ഇവക്ക് എന്നെ പറ്റി ലഹരി പിടിച്ചിരിക്കുകയാണോ? എന്നാൽ അവൾ പറയുക, അല്ല, എൻ്റെ ഉള്ളം ഞാൻ പകരുകയാണ്. മറ്റുള്ളവരെ നിന്നെ എന്തും പറഞ്ഞോട്ട് എപ്പോഴും ഓർത്തോണം. ദൈവസന്നിധി വരുമ്പം കരയുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ഓർക്കണ്ട. നമ്മുടെ ഉള്ളം ദൈവസന്നിധി പകരുകയാണ്. നമ്മുടെ വിഷമവും ദുഃഖവും എല്ലാം പകരാനൊക്കുന്ന ഒരു സന്നിധിയാണ് ദൈവസന്നിധി. 2 കുടുംബങ്ങൾ, ഹന്നയുടെ കുടുംബം, 2 പെനീനയുടെ കുടുംബം. 3-ാമത്തെ കുടുംബം ഏലിയുടെ കുടുംബമായിരുന്നു. ഏലിയുടെ മക്കളെ കുറിച്ച് പറയുന്നു, ഹൊഫ്നിയും ഫീനെഹാസും. 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, അവർ ദൈവത്തെ അറിയാത്തവരും ദുർനടപ്പുകാരുമായിരുന്നു. അവർ ചെയ്ത കാര്യം പറയാൻ പോലും ഒക്കത്തില്ല. ഏലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദൈവദാസന്മാരെ ചൂണ്ടും. അല്ല, സത്യത്തിൽ നമ്മളാണ് ഏലിയുടെ കാറ്റഗറി വരുന്നത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. നമ്മുടെ തലമുറകൾ തെറ്റിലേക്കും പരാജയത്തിലേക്ക് നയിക്കപ്പെടരുത്. ഹന്നയ്ക്ക് മക്കളിലെ ദൈവസന്നിധി ഹന്ന പ്രാർത്ഥിക്കുക. ഹന്നയ്ക്ക് ദൈവം ഒരു മകനെ കൊടുത്തു. ദൈവം കൊടുത്ത മകൻ ഒരു പേരിട്ടു, ശമൂവേൽ. എന്നിട്ട് ഈ ഹന്ന പറഞ്ഞു, ദൈവം യഹോവ തന്നു, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടക്കി തരികയാ, ഇവനെ ഞാൻ ദൈവത്തിന് നിവേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹന്ന ഈ ശമൂവേലിനെ കർത്താവിന് സന്നിധിയിൽ ഏൽപ്പിച്ചു. അവനെ ആലയത്തിൽ വിട്ടെന്നാ പറയുന്നത്, ചെറുപ്രായത്തിൽ. ഏലി അവിടെ ഉണ്ടായിരുന്നു. കണ്ടു കാണാത്ത ഏലിയോട് ഈ ശമൂവേൽ പറയുന്നുണ്ട്, എന്നെ ആരോ വിളിച്ചല്ലോ, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഈ ശമൂവേലിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട 1-2 വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് എടുത്തൊന്ന് വായിച്ചോണം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. 1 ശമൂവേൽ 2:26. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. 2-ന്റെ വാക്യം കൂടെ. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. 3:19. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. 2:26 വാക്യം കൂടെ അത് വായിച്ചല്ലേ? അവിടെ പറയുകയാണ്, ശമൂവേൽ വളർന്നു, അവന്റെ വാക്കുകളൊന്നും നിഷ്ഫലമായി പോയില്ല. ദൈവാലയത്തിൽ വളർന്ന ശമൂവേൽ പറഞ്ഞ ഒരൊറ്റ വാക്കും നിഷ്ഫലമായി പോയില്ല. എവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്? ദൈവാലയത്തിലാ എന്നും പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്ന് പാസ്റ്റർ ഡേവിഡിനെ ഏൽപ്പിച്ച്, എൻ്റെ പിള്ളേര് പാസ്റ്റർ നോക്കിക്കോളാൻ പറയുകയല്ല, മറിച്ച് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയമായി മാറേണ്ടത് നമ്മുടെ വീടുകൾ തന്നെയാണ്. വീടിന്റെ വാതിക്കൽ യേശു വീടിന്റെ നായകനെന്ന് എഴുതുകയല്ല, മറിച്ച് നമ്മൾ പറയണം, എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യമുണ്ട്. മാതാപിതാക്കളെ, നിങ്ങൾ പറയുന്ന വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. നിങ്ങളുടെ വീട് ദൈവാലയമായി മാറണം. നിങ്ങളുടെ സംസാരം ദൈവാലയത്തിൽ പറയാൻ കൊള്ളാവുന്നതേ പറയാവൂ. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പിള്ളേർ പറയും. നിങ്ങൾ വീടിനകത്ത് പറയുന്ന പിള്ളേർ പുറത്തു പറയും. അതുകൊണ്ട് നിങ്ങൾ എന്താ വീടിനകത്ത് പറയുന്നത്? ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നുണ്ടോ? ആവശ്യമില്ലാത്ത വീഡിയോകൾ കാണുന്നുണ്ടോ? ആവശ്യമില്ലാത്തത് ഫോർവേഡ് ചെയ്യുന്നുണ്ടോ? പറയണം, എൻ്റെ വീട് ദൈവാലയമാണ്. അച്ഛാ, നിങ്ങൾക്ക് തന്ന വീടിൻ്റെ 2 മുറിയോ ഉള്ളെങ്കിലും ഒറ്റ മുറിയോ ഉള്ളെങ്കിലും ദൈവാലയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് ദൈവാലയത്തിലാണ്. ദൈവ സാന്നിധ്യമുള്ളിടത്ത് വളരുമ്പോൾ ഇവരുടെ വാക്കുകൾ നിഷ്ഫലമായി പോകത്തില്ല. ഇവർ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യും. പെനീനയുടെ മക്കളെ കുറിച്ച് ദൈവവചനത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഏലിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏലിയുടെ മക്കളെ കുറിച്ച് പറയും, ദുർനടപ്പുകാരായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഏലിയുടെ മക്കൾ ഹൊഫ്നിയും ഫീനെഹാസും. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 4:19 വാക്യം. 1 ശമൂവേൽ 4:19. എന്നാൽ അവന്റെ മരുമകൾ ഫീനെഹാസിന്റെ ഭാര്യ പ്രസവം അടുത്ത ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവ വേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട്, ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവളും ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു പോകൊണ്ടും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖോബേദ് എന്ന് പേർ ഇട്ടു. ഈഖോബേദ് അല്ലേ? കുഞ്ഞിനൊരു പേരിടുക. നോക്കിയേ, ഒരു പേരിടൽ ശുശ്രൂഷ നടക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ വീണ് പെടലി ഒടിഞ്ഞു മരിച്ചു. കാരണം
യുദ്ധത്തിൽ 2 മക്കളും മരിച്ചുപോയി എന്ന വാർത്ത കേട്ടിട്ട് ഹൊഫ്നിയും ഫീനെഹാസ് യുദ്ധത്തിൽ പട്ടുപോയി. മൂന്നാമത്തെ ആള് ഈ മകളാണ്, പ്രസവം അടുത്ത് കിടക്കുന്ന ഫീനെഹാസിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അവളും മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു. എന്താണെന്നറിയാമോ? കുഞ്ഞിനൊരു പേരിട്ടു. പേരെന്താണെന്നറിയാമോ? ഈഖാബോത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. മുമ്പേ ദൈവദാസൻ പറഞ്ഞല്ലോ, പെട്ടകം പോയാൽ മഹത്വവും പോയി കേട്ടോ. പെട്ടകം പിടിക്കപ്പെട്ടു പോകരുത്, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്, ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ തലമുറകൾ ഈഖാബോത്തുമാരായി തീരും. മലയാളത്തിൽ പറഞ്ഞാൽ മഹത്വമില്ലാത്തവൻ, ഗുണമില്ലാത്തവൻ, ഇവൻ വന്നതോടെ വീട് മുടിഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയൊരു പേരിട്ടേച്ചു പോവുകയാ. അത് സംഭവിക്കരുത്. ഈ തലമുറയിൽ നമുക്ക് വേണ്ടത് ഈഖാബോത്തുമാരല്ല, കരമുയർത്തി പറ കർത്താവേ, ശമൂവേൽ ബാലന്മാരെ ഞങ്ങൾക്ക് തരണമേ. രാജ്യത്തെ ഭരിക്കുന്ന, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവ നിയോഗമുള്ള തലമുറകൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കണം, നിങ്ങളുടെ തലമുറയിൽ എഴുന്നേൽക്കണം. ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന അനേക സുവിശേഷകർ ഈ ചർച്ചിൽ നിന്നുള്ളത് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. ജോലിക്കാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നിശ്ചയമായിട്ടും നിങ്ങളുടെ തലമുറകൾ കർത്താവിനെ ഉയർത്താൻ പോകുന്ന ശമൂവേൽ ബാലന്മാരായി തീരണം. യോശുവയെ പോലെ നിയോഗമുള്ള ലീഡേഴ്സ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കണം, നമ്മുടെ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. അതുകൊണ്ട് പറഞ്ഞ മക്കളെ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തയ്യാറാകണം. ചിലരൊക്കെ ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത്. ജോലി ചെയ്യുമ്പോഴും കർത്താവിനെ ഉയർത്താനും പ്രസംഗിക്കാനും കഴിയും. ഡോക്ടർ ആകുമ്പോഴും കർത്താവിനെ പ്രസംഗിക്കാൻ കഴിയും. എഞ്ചിനീയർ, എനിക്കറിയാം അതുപോലുള്ള ഒത്തിരി ആളുകളെ ലോക രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ചെന്നിട്ട് 100 കണക്കിന് ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത്. കാനഡയിൽ വേണ്ട ഇഷ്ടംപോലെ ചർച്ചകൾ. ആരാ ചെയ്യുന്നറിയാമോ? പാസ്റ്റർമാരല്ല, ഇവിടുന്ന് പഠിച്ചുപോയി എഞ്ചിനീയർമാരും നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെയാ. അയർലൻഡിലും UK-ലും എക്സൽ VBS നടക്കുന്നു. ആരാ നടത്തുന്നതെന്നറിയാമോ? നേഴ്സുമാരും ജോലിക്കാരും ജോലിയൊക്കെ മാറ്റിവെച്ചു പോയി VBSകൾ ചർച്ച ചെയ്യുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, ദൈവം നിങ്ങൾക്ക് നിയോഗം അനുസരിച്ച് കർത്താവിനെ പ്രസംഗിക്കാൻ. ചിലരെ കർത്താവ് പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കും. മാതാക്കളെ ധൈര്യത്തോടെ അയക്ക്, പിതാക്കന്മാരെ അവരെ ധൈര്യത്തോടെ അയക്ക്. ദൈവം അവരെ വിളിക്കുന്നത്. ഇന്നലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ എൻ്റെ മോനെ ഞാൻ മധ്യപ്രദേശ് പഠിക്കാൻ, ദൈവവചനം പഠിക്കാൻ വിട്ടു, ഡേവിഡിനെ. ഇന്നത്തെ പല മാതാപിതാക്കളും അത് ചെയ്യത്തില്ല. കർത്താവിന്റെ ദാസൻ വിട്ടെന്നല്ല പറഞ്ഞു, ഞാൻ അവനെ വലിച്ചങ്ങ് എറിഞ്ഞു. എങ്ങോട്ടാ എറിഞ്ഞെന്നറിയാമോ? കർത്താവിന്റെ കരങ്ങളിലേക്ക്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് ഡേവിഡ് ഇവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. പേടിക്കേണ്ട, കർത്താവിന്റെ കരങ്ങളിലേക്ക് തലമുറയെ വലിച്ചെറിഞ്ഞാൽ കരുതാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ പറയും, കഴിഞ്ഞ 29 വർഷമായി കർത്താവിന്റെ വേല ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ തലമുറകൾ ഏറ്റവും പ്രഷ്യസ്. അവരാരും നഷ്ടപ്പെട്ടു പോകരുത്. പിന്മാറിപ്പോയ തലമുറ കാണും, നമ്മൾ പറയണം ഇവർ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഈ നമ്മുടെ ട്രിവാൻഡ്രത്ത് കാഴ്ച ബംഗ്ലാവിൽ നടന്നൊരു വലിയ ഒരു സംഭവമുണ്ട്. 1980 ഈ കാഴ്ച ബംഗ്ലാവൊക്കെ ഉള്ള സമയം, അന്ന് TV മാധ്യമങ്ങളൊന്നുമില്ല. അവിടെ ഒരു കരടിയെ അവർ കൊണ്ടുവന്നു. കരടിയെ, നമ്മുടെ ഈ അടുത്ത സംഭവമാണ്, പത്രത്തിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒത്തിരി, ഒരു 80 നടന്ന സംഭവമാണ്. ഈ ഒരു കരടിയെ പുതിയതായിട്ട് കൊണ്ടുവന്നു. അന്ന് ആളുകളൊന്നും കരടിയെ കണ്ടിട്ടില്ല. കരടിയെ കാണാൻ വേണ്ടി വലിയ ആൾക്കൂട്ടം പോയി കരടിയെ കാണുക. അവസാനം ഒരു അപ്പനും അമ്മയും ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് പോവാ കരടിയെ കാണാൻ. താഴെ നിന്ന് എല്ലാവരും കരടിയെ കണ്ടപ്പോൾ ആരോ പറഞ്ഞു, മുകളിൽ ചെല്ലാമെങ്കിൽ ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ കരടിയെ കാണാം. ചുമ്മാ തമാശന് ഈ അച്ഛൻ ചെയ്തൊരു കാര്യമുണ്ട്. മോനെ പിടിച്ച് പറഞ്ഞു, ഇപ്പം ഞാൻ നിന്നെ കരടിക്ക് ഇട്ട് കൊടുക്കുമെന്ന്. കുഞ്ഞ് പേടിച്ച് കരയാൻ തുടങ്ങി. 2-2.5 വയസ്സല്ല ഉള്ളോ. കുഞ്ഞ് പേടിച്ചു പോയി. 2ാമത്തെ പ്രാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തമാശ തോന്നി. വീണ്ടും അങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ കുഞ്ഞ് വാവിട്ട് കരഞ്ഞു. കുഞ്ഞ് കരയുകയൊക്കെ ചെയ്തു. പപ്പ എടുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ചിരിച്ചു. പക്ഷെ 3ാം പ്രാവശ്യം അങ്ങനെ ഒന്ന് ആഞ്ഞപ്പം പറ്റിയത്, ഈ കുഞ്ഞ് പിടിവിട്ട് ഇടറി ഈ കരടിക്കൂട്ടിലേക്ക് വീണു. കരടി വലിച്ചു കീറി 2 കഷണമായി എറിഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് പുറത്ത് തീർന്നു, പരിപാടി തീർന്നു. ഒരു മാതാവിനും പിതാവിനും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി. അധികൃതർ കരടിക്കൂട് അടച്ചു, മുകൾവശം എല്ലാം സീൽ ചെയ്ത് അടച്ചു. പക്ഷെ തലമുറയെ നഷ്ടപ്പെട്ടു പോയി. ഒരു മാതാവും പിതാവും അറിഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ എടുത്ത് കരടിക്കിട്ട് കൊടുക്കത്തില്ല. ചെയ്യരുത്. മൊബൈലൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. അവൻ എന്താ കാണുന്നത്, എന്ത് കളിക്കുന്നത്. രാത്രി മൊബൈലും കൊണ്ട് കിടന്നുറങ്ങാൻ പിള്ളേരെ സമ്മതിക്കേണ്ട. അതങ്ങ് വാങ്ങിച്ചു വെക്ക്, നെറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാ കണ്ണുകളും ദിവസം അടയട്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ തലമുറകളാണ്. ഇവരാരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ തലമുറയിൽ അനേക യൗവനക്കാർ കർത്താവിന് വേണ്ടി ഇറങ്ങുന്നത് കാണാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം ആളുകളാണ് ഞങ്ങളെല്ലാം. ഞങ്ങളുടെ താല്പര്യം നമ്മുടെ തലമുറയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഉയരേണ്ടത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. എല്ലാ കണ്ണുകളും അടയട്ട്. ആ കരങ്ങളെല്ലാം ദൈവസേന ഉയർത്തിപ്പിടിച്ചാട്ട്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ
ലോക രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും യാത്ര ചെയ്യുന്നവരുമുണ്ട്. നമുക്കവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയത്തില്ല. ദൈവിക സംരക്ഷണം അവരുടെ ചുറ്റും ഉണ്ടായിട്ട് എന്നുറച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. പിശാച് നോട്ടമിടരുത്, ഇന്നത്തെ മാധ്യമങ്ങൾ ഡ്രഗ്സ് നോട്ടമിടരുത്. ഒരുമിച്ച് പറയണം, എൻ്റെ കുഞ്ഞ് യേശുവിന്റെ രക്തത്തിന്റെ മറവിലാണ്, ഇവനെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. നിയോഗത്തോടെ ചില നിമിഷങ്ങൾ കരങ്ങൾ അടിച്ച് നമ്മുടെ തലമുറകളെ യേശുവിന്റെ രക്തത്താൽ ഒന്ന് സീൽ ചെയ്ത് ദൈവസേന പ്രാർത്ഥിച്ചു പറഞ്ഞാട്ടെ, പിശാചെ നിനക്ക് അവകാശമില്ല. ഈ തലമുറ ദൈവത്തിന്റെ സ്വന്തമാ. എൻ്റെ കുഞ്ഞ് യേശുവിന്റെ സ്വന്തമാ. കുഞ്ഞ് നീ യേശുവിന്റെ സ്വന്തമാ. മോനെ നീ യേശുവിന്റെ സ്വന്തമാ. യേശുവിന്റെ പൈതല. കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഈ തലമുറയിൽ കർത്താവിനെ ഉയർത്താൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. പിന്മാറിയ തലമുറകളെ ദൈവാത്മാവിൽ കർത്താവ് മടക്കി കൊണ്ടുവരട്ടെ. പിശാചെ നീ പരാജയപ്പെട്ടവനാ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ചുറ്റും ഞാൻ പ്രാർത്ഥനയുടെ സീല് തയ്ക്കുകയാ, പ്രാർത്ഥനയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയാ. യേശുവിന്റെ രക്തത്താൽ ഞാൻ അവരെ മുദ്രയിടുകയാ. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയത്തില്ല, നോട്ടമിടാൻ കഴിയത്തില്ല. പിതാവെ, ഒരുമിച്ച് നിയോഗത്തോടെ കരങ്ങൾ ചേർത്തടിച്ച് മാതാവെ പ്രാർത്ഥിച്ചു പറഞ്ഞാട്ട് ഈ തലമുറയിൽ സുവിശേഷ ആത്മാവുള്ള DL മൂഡിയെ പോലെയുള്ള, വില്യം കേറിയെ പോലെയുള്ള, ബില്ലി ഗ്രഹാമിനെ പോലെ, അഡോർണൻ ജഡ്സനെ പോലെ, ഹഡ്സൺ ടൈലറിനെ പോലെ, ഡേവിഡ് ബ്രെയിനാനെ പോലെ ചില സുവിശേഷകർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കണം. ചില യൗവനക്കാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഒരുമിച്ച് നിയോഗത്തോടെ പറഞ്ഞാട്ട് ഈ തലമുറയിൽ ദൈവാത്മാവിൽ ചിലർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോട്ടമിടരുത്. അവർ യേശുവിന്റെ സ്വന്തമാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ സീൽ ചെയ്യുക. അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുക. രക്ഷിക്കപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ട്, പിന്മാറിയ കുഞ്ഞുങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അവർ മടങ്ങി വരട്ടെ, ദൈവസന്നിധിയിലേക്ക് വരട്ടെ. സ്നാനപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇന്ന് നിയോഗത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നാനത്തിലേക്ക് നയിക്കപ്പെടട്ടെ. കൂട്ട സ്നാനങ്ങൾ നടക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ സ്നാനത്തിലേക്ക് നയിക്കപ്പെടട്ടെ. ഒരു നിമിഷം ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രതിസന്ധി എന്തുമായിക്കോട്ടെ, തലമുറയെ കുറിച്ചുള്ള ആശങ്ക എന്തുമായിക്കോട്ടെ, കരുതാൻ കഴിയുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നിർത്തണ്ട. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചില നിമിഷങ്ങൾ കൂടെ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു നിയോഗമാ. പിശാച് നോട്ടമിടത്തില്ല. യേശുവിന്റെ പൈതങ്ങളാ, യേശുവിന്റെ കുഞ്ഞുങ്ങളാ നിങ്ങളുടെ വീട്ടിലുള്ളത്. നിങ്ങളുടെ വീടുകൾ ദൈവാലയമാ. ആവശ്യമില്ലാത്ത വാക്ക് പറയരുത്, ചീത്ത വർത്താനം പറയരുത്, ആവശ്യമില്ലാത്തത് കാണാൻ പോകണ്ട. നിങ്ങളുടെ വീടുകൾ ദൈവാലയമായി മാറട്ടെ. അഭിഷേകത്തോടെ ഈ തലമുറയിൽ ചില കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. നിയോഗമുള്ള തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഒരുമിച്ച് നിയോഗത്തോടെ ഒരുമിച്ച് യേശുവിന്റെ രക്തത്താൽ മുദ്രയിട് പറഞ്ഞാട്ട്, ഞാൻ യേശുവിന്റെ രക്തത്താൽ എന്റെ കുഞ്ഞിനെ മുദ്രയിടുകയാ. യേശുവിന്റെ രക്തത്താൽ ഭയം വേണ്ട, പേടി വേണ്ട, മരണഭീതി വേണ്ട. പിശാച് തകർക്കുമെന്ന് പേടിക്കണ്ട. മരിച്ചു പോകും, തലമുറ നഷ്ടപ്പെട്ടു പോകും, രോഗിയാകുമെന്നൊക്കെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പിശാച് പറയുമ്പോൾ പറയണം, ഇല്ല, ഈ തലമുറ യേശുവിന്റെ സ്വന്തമാ. ഇവരെ നോട്ടമിടാൻ പിശാചിന് കഴിയത്തില്ല. ഇവർ യേശുവിന്റെ പൈതല, ഇവർ കർത്താവിന് വേണ്ടി ഉള്ളതാ. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ തലമുറകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാ. നിയോഗമുള്ള കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചില സുവിശേഷകരാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് വീണ്ടും പറയുക, സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറയുന്ന യൗവനക്കാർ, മാതാപിതാക്കൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുവരെ സ്നാനപ്പെട്ടില്ല, എനിക്ക് സ്നാനപ്പെടണം, കർത്താവിനോട് ചേരണം, ദൈവസഭയുടെ ഭാഗമാകണം, യേശു എനിക്ക് വേണ്ടി മരിച്ചെന്ന് പബ്ലിക്കലി ഒന്ന് ഡിക്ലെയർ ചെയ്യണം. എന്തിനാ പേടിക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? കർത്താവല്ലേ നിന്റെ കൂടെ ഉള്ളത്. ധൈര്യത്തോടെ കരമുയർത്തിപ്പിടിച്ചാട്ട്. എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ കരമുയർത്തിപ്പിടിച്ചാട്ട്. കർത്താവേ, ഈ കരങ്ങളെ കർത്താവ് കാണണം. സ്നാനപ്പെടണമെന്ന് തീരുമാനമുള്ളവർ മാത്രം കരമുയർത്തിയാൽ മതി. ഞങ്ങൾ ഈ കരങ്ങളെ മുദ്രയിടുന്നു. മോനെ, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടോ? കുഞ്ഞെ, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, കരമുയർത്തിപ്പിടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ഈ തലമുറകളെ, ഈ യൗവനക്കാരെ, ഈ മാതാക്കളെ, പിതാക്കളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവര് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ശുശ്രൂഷകരായി നിൽക്കട്ടെ. വരും ദിവസങ്ങളിൽ ജലത്തിൽ യേശുവിനെ സാക്ഷീകരിക്കട്ടെ. ഈ സഭയ്ക്ക്, ദേശത്തിന്, കുടുംബങ്ങൾക്ക്, അവരുടെ പഠന മേഖലയിൽ, അവരുടെ കുടുംബങ്ങളിൽ, ജോലി മേഖലയിൽ അനുഗ്രഹമായി അവരെ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കോടെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഈ സഭയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഡിക്സൺ പാസ്റ്ററെ അനുഗ്രഹിക്കുന്നു, കുടുംബമായി മാനിക്കണമേ. ഡേവിഡ് ബ്രിംഗിൾ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ, കുടുംബമായി മാനിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകർ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ ദൈവദാസന്മാർ, ഞങ്ങളുടെ വർഷിപ്പ് ലീഡേഴ്സ് എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസന്മാരോടും സഭയോടും നന്ദി അറിയിക്കുന്നു. VBS എക്സൽ മിനിസിസിനെ ഓർത്ത് പ്രാർത്ഥിച്ചാലും എനിക്കിന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഓൺലൈനിലും ഓഫ്ലൈനും ഒക്കെ വാച്ച് ചെയ്തവരോട് നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.